എല്ലാ മാന്യ പ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫിന്റെ എലിമിനേഷൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അത് ഞാൻ സസ്പെൻസ് ആക്കി വെച്ചേക്കായിരുന്നു. എന്ത്? അതായത് എന്റെ കയ്യിൽ ഒരു കൗണ്ടർ ഒക്കെ ഉണ്ടായിരുന്നു ഡെയിൻ. അതിന് എന്താ ജഡ്ജസ്, അതായത് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ? റെഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം എന്റെ ഫേവറേറ്റ് കളറാണ് ഡ്രസ്സ്. ഇന്ന് അത് ഇഷ്ടപ്പെടാൻ പറ്റില്ല. റെഡ് ഇന്ന് അത് ഇഷ്ടപ്പെടാൻ പറ്റില്ല ചേച്ചി. ഡേഞ്ചർ സോൺ ആണ്. ഏറ്റവും ബുദ്ധി പറഞ്ഞ ഞാനാണോ? എന്റെ കയ്യിൽ അതിന്റെ കൗണ്ടർ ഉണ്ടായിരുന്നത്. ഇവൻ ആദ്യം തന്നെ അത് വന്ന് പൊട്ടിച്ചു. അല്ല, അതെന്തിനാണ് പ്രൊമോക്ക് കണ്ട ആൾക്കാർക്ക് മനസ്സിലായി കാണൂല്ലോ. അല്ല, എന്നാലും ഞാനൊന്ന് മെറ്റഫറിക്കലി വരാന്ന് വിചാരിച്ചു. എന്ത് പറക്കില്? മെറ്റഫറിക്കലി ഇങ്ങനെ ഓരോന്ന് പെറുക്കി വരില്ല മീനാക്ഷി. നമുക്ക് അങ്ങനെയൊന്നും പറക്കി വരില്ല. ജഡ്ജസ്, നമ്മളിന്ന് വളരെ സീരിയസ് ആണ് കേട്ടോ. അതായത് അത് തുടങ്ങിയപ്പോഴേ തോന്നി. അല്ല നല്ല രസം. അല്ല, അതായത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് മുഖങ്ങളുണ്ട്, പിന്നെ അവരുടെ ചിരികളുണ്ട്, പിന്നെ അവരുടെ ഒരുപാട് കഥകളുണ്ട്, വിഷമങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ആയിട്ട് അറിഞ്ഞു. ഇന്ന് പക്ഷെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവരിൽ കുറച്ചു പേരെ നമുക്ക് ഇന്ന് മിസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ആയിഷ, ഭാഗ്യലക്ഷ്മി, നിമിഷ, ദിവ്യ, നെക്സ്റ്റ് അശ്വിനി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടന്നത്. ആ 2 മത്സരങ്ങളിലായിട്ട് നമ്മുടെ മത്സരാർത്ഥികളൊക്കെ മത്സരിച്ചു. അവരുടെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് മാർക്ക് നൽകി. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 5 പേരാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുള്ളത്. അവർ 5 പേരുമാണ് ഇന്ന് മത്സരിക്കുന്നത്. അവരിൽ നിന്ന് എത്ര പേരാണ് സേഫ് ആവുന്നത്? അവരിൽ നിന്ന് 2 പേര് സേഫ് ആവുകയാണ്. 3 പേര് ഇന്ന് നമ്മളോട് യാത്ര പറഞ്ഞു പോകും. ഓരോ പാട്ട് വീതമാണ് ഓരോ കണ്ടസ്റ്റന്റ്സും പാടുക. അപ്പോ 5 പേരുടെ എലിമിനേഷൻ റൗണ്ടിലെ ഡേഞ്ചർ സോണിലെ മത്സരങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 2 എപ്പിസോഡിന് ശേഷം നമ്മൾ ഡേഞ്ചർ സോണിൽ എത്തി നിൽക്കല്ലേ. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ബിന്നി ചേച്ചി, എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിനെ നോക്കി കാണുന്നത്? എനിക്ക് ഇങ്ങനത്തെ എപ്പിസോഡൊന്നും നോക്കി കാണാൻ ഇഷ്ടമല്ല പൊതുവെ. പക്ഷെ നമ്മുടെ ഈ ഒരു റിയാലിറ്റി ഷോ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ അനിവാര്യമാണ്. എന്ത് ചെയ്യാനാ, ഷോ ഒരു എന്റെ അവസാനം ഉണ്ടാവണം. അതിനെ കുറിച്ച് അതെ, എലിമിനേഷൻ വേണം, ഉണ്ടേലും ഏതുണ്ടോ അതൊക്കെ ഒരു പ്രോസസ്സാണ് ഇതിന്റെ. പക്ഷെ പൊതുവെ ഞങ്ങൾക്ക് ആർക്കും അതിനോട് ഒരു താല്പര്യമില്ലാത്ത, എല്ലാ ജഡ്ജസിനും ഒരു താല്പര്യമില്ലാത്ത കേസാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്. പക്ഷെ ശരിക്കും അതൊരു വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആരും ഇവിടുന്ന് പോവണ്ട. നമുക്ക് എല്ലാവർക്കും ഈ മ്യൂസിക്കൽ വൈഫ് നമ്മളൊരു ഭയങ്കര ഒരു ജഡ്ജിങ്, പിള്ളേർ പാടുന്നു അങ്ങനെ അല്ലേ സാറേ. നമ്മളൊരു രസകരമായിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ശരിക്കും വിഷമമുണ്ട് മീനാക്ഷി. ഞങ്ങൾക്കിവിടെ യാതൊരു, എല്ലാവരും തമ്മിലുള്ള സ്നേഹം എന്നും ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കറിയാം, ആദ്യത്തെ റൗണ്ട് മുതലേ നമ്മുടെ മത്സരാർത്ഥികളെല്ലാം നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ 2 റൗണ്ടുകളിലും വാശിയുടെ പോരാട്ടം നടന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. അവരിൽ നിന്ന് 5 പേരാണ് ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുള്ളത്. അത് നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു. സർ, എന്താണ് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്? ഇല്ലല്ല, പറഞ്ഞോളൂ സാർ. എലിമിനേഷൻ ആയതുകൊണ്ടാണ് സാർ. പറഞ്ഞോളൂ. അതിനേക്കാളൊക്കെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നമ്മുടെ മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പൊ അവര് സ്റ്റാർസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ മ്യൂസിക്കൽ വൈഫിലെ കണ്ടസ്റ്റൻസ്. കാരണം അത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് വാട്സപ്പില്. അതിലൊക്കെ ഇവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് എനിക്ക് പോലും പലരുടെയും പേര് ഞാനിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചു വരികയാണ്. ഒരുപാട് 10-22 പേര്. പക്ഷെ ഈ പ്രേക്ഷകർക്ക് ഈ പേര് മുഴുവൻ ബൈഹാർട്ടാ. അവരവരുടെ ഫേവറേറ്റ് സിംഗർ ഇന്നതാണ് മറ്റേതാണെന്ന് പറഞ്ഞു തുടങ്ങി. ദാറ്റ് മീൻസ് ശരിയായിട്ട് എനിക്കും വരുന്നുണ്ട്. പ്രേക്ഷകർ അത്രത്തോളം മനസ്സിലെത്തി കഴിഞ്ഞ് ഷോന്റെ ഒരു മിടുക്ക് തന്നെയാണ്. അവര് പാടുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും. ഇതിൽ ആരും ഇവിടെ ഇന്നാവുന്നത് ഔട്ടാവുന്നത് അതൊക്കെ ഇവിടുത്തെ ഈ ഫ്ലോറിലത്തെ വളരെ എന്തെന്നാ പറയാ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവര് എൻട്രി ആയി കഴിഞ്ഞു, ജനഹൃദയങ്ങളിലേക്ക് കയറി. അവര് സ്വയം തിരിച്ചറിഞ്ഞു, ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അവർക്ക് നന്നായിട്ട് ഇനിയുള്ള കാലം നല്ല പാട്ടുകാരായിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്നുള്ള അവർ തെളിയിച്ചു. അവർക്കും മനസ്സിലായിട്ടുണ്ട്. അതല്ലേ ഏറ്റവും വലിയ സക്സസ് നമ്മുടെ ഷോന്റെ. അത് നടന്നു. ഇതൊരു പ്ലാറ്റ്ഫോം ആക്കി എടുത്ത് ഇനിയിപ്പോ മുന്നോട്ട് അവർക്ക് ഒരു കരിയർ ആയിട്ട് ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അതിന് വേണ്ടുന്ന കോൺഫിഡൻസും അതിന് വേണ്ടുന്ന ട്രെയിനിങ്ങും
അതെ. ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇത് ഇനിയിപ്പോ മുന്നോട്ട് എല്ലാവരും അറിയുന്ന സ്ഥിതിക്ക് ഇവരെ വിളിക്കാനും ചാൻസ് ഉണ്ട്, ഷോസിനാണെങ്കിലും റെക്കോർഡിങ്സിനാണെങ്കിലും. കാരണം ഇവിടെ പാടുന്നവര് പ്രൊഫഷണൽ ലെവൽ സിംഗിങ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ ഇത് ഒരു ദിവസം എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ല ഒരു ആർട്ടിസ്റ്റിന്. ചില ദിവസങ്ങൾ ബാഡ് ആവാം, ചില ദിവസങ്ങൾ ഗുഡ് ആവാം. അപ്പൊ അതിനെ ബേസ് ഇത് മാത്രമാണ് ഒരു കോമ്പറ്റീഷനിൽ നമുക്കൊരു ഇത് കൊടുക്കാൻ പറ്റുക. അല്ലാണ്ട് ഇന്നൊരാളെക്കാളും നല്ലതാന്നോ ചീത്തയാന്നോ പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും പാടുന്ന പാട്ടുകൾ കേട്ട് ആസ്വദിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ദേ വിൽ ഓൾവേസ് ബി വൺ വിന്നർ, ഒരാളെ ഉണ്ടാവുള്ളൂ അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ അതൊന്നും മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും നന്നായി പാടുക, നമ്മുടെ കൂടെയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക ആൻഡ് ഹാവ് എ അടിപൊളി ലൈഫ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂസിക്കൽ ലൈഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച് രഞ്ജൻ ചേച്ചി. അപ്പോ പ്രേക്ഷകരെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എലിമിനേഷൻ എപ്പിസോഡാണ്. 5 പേരാണ് ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. എല്ലാവർക്കും ഓരോ പാട്ട് വീതമാണ് ഇന്നത്തെ ഈ എലിമിനേഷൻ റൗണ്ടിലുള്ളത്. ഒരേ ഒരു പാട്ട്, ഒരേ ഒരു ലക്ഷ്യം. അപ്പൊ എന്തായാലും ഇന്ന് എലിമിനേഷനിൽ പങ്കെടുക്കുന്ന 5 മത്സരാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ഏറെ സ്നേഹത്തോടെ എല്ലാ വിഷസും നേർന്നുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഭാഗ്യലക്ഷ്മി. തരൂ മകരനിലാവേ നീ നീഹാര കോടി തരൂ പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ നീഹാര കോടി തരൂ കാണാതെ വിണ്ണിതളായി മറയും മന്മഥനിൻ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ നീഹാര കോടി തരൂ. തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ നീഹാര കോടി തരൂ കാണാതെ വിണ്ണിതളായി മറയും മന്മഥനിൻ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ നീഹാര കോടി തരൂ.
വസന്ത മയൂര നടകളിൽ തെല്ലിളം തൊടിയായി പദമണിയുമ്പോൾ കാവുണരുമ്പോൾ പദമണിയുമ്പോൾ കാവുണരുമ്പോൾ മുത്തിളകുന്ന മനോലതയിൽ ഗന്ധർവരാഗമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ നീഹാരക്കോടി തരൂ കാണാതെ വിണ്ണിതളായി മറയും മന്മഥനിൻ ഉള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ നീഹാരക്കോടി തരൂ. വെരി ഗുഡ്. ഗുഡ് ഗുഡ് ഗുഡ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കേണ്ട ഒരു അതെ, മൊമെന്റ് അതെ, ആണ് അതെ. നമ്മുടെ എലിമിനേഷൻ റൗണ്ട് നമുക്ക് അതെ അപ്പൊ ഭാഗ്യലക്ഷ്മി എങ്ങനെ പാടി നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ചോദിക്കാം. ആദ്യം ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ചാലോ? ആ എന്നാ ടെൻഷൻ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു എലിമിനേഷൻ ആയതിന്റെ? എലിമിനേഷന്റെ ടെൻഷൻ അല്ല, എനിക്ക് ത്രോട്ട് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുക ഓ. ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചോദിക്കാം. ഔസേപ്പച്ചൻ സർ. ഭാഗ്യലക്ഷ്മി സർ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. അതായത് നമുക്കിപ്പോ ഒരു സന്തോഷമുള്ള എന്താണെന്നറിയോ, ഉം. ഇതിനു മുമ്പ് ഭാഗ്യലക്ഷ്മിയെ കണ്ടിട്ടുണ്ട്. ഉം. നമ്മളെപ്പോഴും ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മളിലൊരു ചെറിയ പ്രോഗ്രഷൻ ഉം. അതുണ്ടാവുമ്പോഴാണ് നിങ്ങളൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത്. അപ്പൊ ഇതിനു മുമ്പ് പാടിയതിനേക്കാൾ ഇപ്പോൾ കുറച്ച് മേലെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. ആ തുടക്കത്തിൽ തന്നെ ആ പാലപ്പൂവെ തുടങ്ങുന്നത് ഉം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാവും. കാരണം ശ്രുതി കറക്റ്റ് ഡോട്ട് നോട്ടിൽ തുടങ്ങുക എന്ന് പറഞ്ഞു. പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. പിന്നെ ടോട്ടലി പിച്ചിങ്ങിന്റെ കാര്യത്തിലൊക്കെ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ ഭാഗ്യലക്ഷ്മി എപ്പോഴും വളരെ സുസ്മേരവദനയായിട്ട് ഇങ്ങനെ ഭയങ്കര രസമാണ്, വളരെ പ്ലസന്റ് ആണ്. പക്ഷെ ആ അത്രയും പ്ലസന്റ്നെസ് നമുക്ക് പാട്ടിൽ കിട്ടുന്നില്ല. പാട്ട് പാടി തുടങ്ങുമ്പോൾ ആ നോർമൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു പ്ലസന്റ് ഫീൽ പാട്ടിൽ കുറച്ചുകൂടി കൊണ്ടുവരാൻ പറ്റിയ നല്ലതാണ്. പിന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ അവരവരുടെ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതിലുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഇത് ചിത്ര ചേച്ചി പാടിയ പാട്ടാണല്ലോ. ചിത്ര ചേച്ചിക്ക് പ്ലസന്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേ വേണ്ട. ചിരിച്ചു പാടാൻ പറഞ്ഞ് ചിരിച്ചു പാടും. ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. പാട്ട് വൃത്തിയായിട്ട് ശ്രുതി ചേർന്ന് എല്ലാം താളത്തിൽ പാടി ഒരു സ്ഥലത്ത് മാത്രം ചെറിയൊരു ചാട്ടം ഉണ്ടായിരുന്നു അല്ലേ? പല്ലവി തുണ്ടു പല്ലവിയിൽ എവിടെയോ ഒരു ചെറിയ അത് സാരം ഇറ്റ്സ് ഓക്കെ അതൊന്നും പ്രശ്നമില്ല. ആകപ്പാടതിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ രണ്ട് അനുപല്ലവി ചരണത്തിലെ 1000 തിരകൾ ഉണർന്ന വിലാസഭാവമായി. അവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പോസിഷൻ വൈസ്. അവിടെ കുറച്ചൊന്ന് ആ നോട്ടുകളിലേക്ക് എത്താനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് അത് 2 ചരണത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം ഒഴിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എക്സലന്റ്. ഭാഗ്യലക്ഷ്മി കുട്ടി, ഞാൻ ശ്രദ്ധിച്ചത് ഇതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ് ലെവല് എനിക്ക് ഭാഗ്യലക്ഷ്മിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഇതിൽ കേട്ടതിനേക്കാളും നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് മോള് പാടിയത് കേട്ടോ. താങ്ക് യു. ഇപ്പൊ ത്രോട്ട് പ്രശ്നം ഉണ്ട് എന്നുള്ളത് അതൊന്നും പക്ഷെ കാണിച്ചിട്ടില്ല. പിന്നെ എപ്പോഴും ആ ഹമ്മിങ് ഫുള്ള് അത് പാടി വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ കേരളത്തില് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ മാത്രം പാടി രണ്ടാമതൊരാളെ കൊണ്ട് ഫലിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒന്ന് ചേച്ചിയുടെ സംഗതികളുടെ പെർഫെക്ഷൻ, ഒരുപാട് സംഗതികൾ ഉണ്ട്. ഇനി ഉള്ള പാട്ടാണെങ്കിലും ചേച്ചി ഈ ഒരു ഇച്ചിരിയും കൂടെ ചേർക്കുകയും കൂടെ ചെയ്യും. കാരണം ലോകത്തിലെ ഏത് സംഗതികളും വരുന്ന ഒരു തൊണ്ടയാണ് ആ വാനമ്പാടിയുടെ തൊണ്ട. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ തിരിച്ച് ചേച്ചിയുടെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് മാത്രമല്ല ജോൺസൺ മാഷിന്റെ ഇതില് സാധാരണ ഇപ്പൊ ഒരു കാപ്പി രാഗം എന്നുള്ളതിൽ കമ്പോസിഷനിൽ ഫസ്റ്റ് ഒരു പല്ലവി മൊത്തം അദ്ദേഹം സഗമ പനി സനി പമഗരി ഒരു ശ്രോതശിനി എന്നുള്ള ഒരു വേറൊരു രാഗത്തിന്റെ ഒരു മിക്സിങ് ചെയ്തിട്ടാണ് പിന്നീടാണ് അത് കാപ്പിയിലേക്ക് മുഴുവൻ വരുന്നത്. അത് സാറത് ആ ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് ആ പല്ലവി അത് പാടി ഫലിപ്പിക്കാൻ. കാരണം 5 നോട്ട്സ് മാക്സിമം യൂസ് ചെയ്തിരിക്കണം. ഈ ഒരു സംഭവം എവിടെ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ നമുക്കൊരു ചലഞ്ചിങ് ആണ് അദ്ദേഹത്തിന്റെ ഈ കോമ്പോസിഷൻ. അവിടെ ഇവിടെ
സാറ് പറഞ്ഞതുപോലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങള് നന്നായിട്ട് ആസ്വദിച്ചു. ഞാൻ ആസ്വദിച്ചു അല്ലേ സാറേ? തീർച്ചയായിട്ടും ഞാൻ ആസ്വദിച്ചു. അത് പാടുന്ന ഒരു ഫീല് ശരിക്കും ഭാഗ്യലക്ഷ്മി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ബിനി ചേച്ചി. രഞ്ജിനി ചേച്ചി നസ്സലായി പാടി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാറും ചേച്ചിയും പറഞ്ഞു. എന്നാലും ഈ പറഞ്ഞ പോലെ നന്നായി പാടി. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമുക്ക് എല്ലാവർക്കും അല്ലെ പാടി ഫലിപ്പിക്കാൻ. എസ്പെഷ്യലി ആ ഒരു ഹമ്മിങ് എല്ലാം വളരെ നന്നായി പാടി. ഇത് എലിമിനേഷൻ റൗണ്ടിലത്തെ ഫസ്റ്റ് സോങ് ആണ്. പക്ഷെ ഫസ്റ്റ് സോങ് തന്നെ അതിഗംഭീരമായി. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹോപ്പ് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി മാറും അല്ലേ സാറേ? എല്ലാവരും സാറിന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ കോൺഫിഡൻസ് ഇത് എലിമിനേഷൻ റൗണ്ട് ആയതുകൊണ്ടാണോ ഇത്ര കോൺഫിഡൻസ്? ഇനി എന്തായാലും എന്ത് ആകാശം താഴെ ഫ്ലോർ അത്രേ ഉള്ളൂ ഇനി. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് അതിന്റെ ജഡ്ജ്മെന്റ് എന്നുള്ളത്. പക്ഷെ അസ്സലായി ഭാഗ്യം. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. അപ്പോ ഭാഗ്യലക്ഷ്മി, അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് ഒക്കെ നമുക്ക് അവസാനം റിസൾട്ട് ആയിട്ട് അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പെർഫോമൻസിലൊക്കെ കണ്ട് നമുക്ക് കാത്തിരിക്കാം റിസൾട്ടിന് വേണ്ടി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് എന്തായാലും അടുത്ത ആളെ എത്രയും പെട്ടെന്ന് വിളിക്കാം അല്ലെ? അടുത്ത ആളെ വെൽക്കം ചെയ്യാം അല്ലെ? Yes. സ്വാഗതം ചെയ്യുന്നു ദിവ്യ ETK. രാമ 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 जानकी जाने राम जानकी जाने कादन निदानं नाहं जाने मोक्ष कवाडं नाहं जाने जानकी जाने राम काले सघात्वमेव भयान्तकारे प्रभात्वमेव विषादकाले सघात्वमेव भयान्तकारे प्रभात्वमेव भवाब्धिनौका त्वमेव देवा भवाब्धिनौका त्वमेव देवा भजे भवन्तं रमाभिरामा भजे भवन्तं रमाभिरामा जानकी जाने राम 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 जानकी जाने राम दया समेता सुधा निकेता चिन्मकरन्दा
അങ്ങനെ നമ്മുടെ ഈ എലിമിനേഷൻ റൗണ്ടിലെ രണ്ടാമത്തെ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നന്നായി പാടിയോ? ഞാൻ ആസ്വദിച്ചു പാടി. ആസ്വദിച്ചു പാടി. നമ്മുടെ ജഡ്ജസ് ആസ്വദിച്ചു എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ദിവ്യ മാഡം ദിവ്യ നന്നായിട്ട് പാടി. താങ്ക് ദിവ്യ ഇപ്പൊ പറഞ്ഞല്ലോ, സ്വന്തം പാട്ട് നമ്മൾ ആസ്വദിച്ച് പാടുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ ആസ്വദിച്ചേ പറ്റൂ. ഇത് എല്ലാ ഒരു സിംഗേഴ്സിനും നമുക്ക് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ പല സാഹചര്യങ്ങൾ, ടെൻഷൻ, ഇതൊക്കെ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് വരും. പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് പാടുക എന്ന് പറയണത് അവിടെ വിജയിച്ച ഒരു സിംഗർ. സത്യം, ഒരു ഭജൻ പോലെ അങ്ങനെ ആ ചിത്രത്തിൽ അങ്ങനെ ഒരു കമ്പോസിഷൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് നന്നായിട്ട് അതേപോലെ നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി നമ്മൾ ഇവരെന്താ പറയണേന്ന് നോക്കാം. അവർ കൂടി ആസ്വദിച്ചു നോക്കാം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എലിമിനേഷൻ റൗണ്ടിൽ എല്ലാരും കലക്കുവാണല്ലോ ഡെയിനെ. എലിമിനേഷൻ എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? നമുക്ക് പോവാം. നിങ്ങളുടെ പാടം അവസരപ്പച്ചൻ ചെറങ്ങനെ ഉണ്ടായിരുന്നു. പാടിയതിനെ കുറിച്ചിട്ട് പിന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ പാടാത്തതിനെ കുറിച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയ്ക്കും ഒരു ഉള്ളില് ടെൻഷൻ നന്നായിട്ടുണ്ടെന്ന് ഇപ്പോഴും ഫേസിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയൊക്കെ ടെൻഷൻ വെച്ചിട്ട് ഈ പാട്ട് ഇങ്ങനെ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയാൽ അത് ഔട്ട്സ്റ്റാൻഡിങ്. ഒരുപക്ഷെ ഈ ടെൻഷൻ ഇല്ലാതെ ഇന്നായതിനു ശേഷം ഈ പാട്ട് ഒന്നും കൂടി പാടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 10 ഇരട്ടി നന്നായിട്ട് പാടും. കഴിഞ്ഞ പ്രാവശ്യം സാറ് പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞു അതല്ല, ഇവിടെ പാടുമ്പോ ഇവിടെ ഒരു മത്സരമല്ല, എലിമിനേഷൻ അല്ല, നിങ്ങൾ വെറുതെ വന്ന് പാടുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് പാടണമെന്ന് സാർ പറഞ്ഞു. അതൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു സംഭവം ഉണ്ട്. എനിക്ക് ഇവിടെ വിട്ടു പോവാൻ കുറച്ചൊരു സങ്കടം. നിങ്ങളൊക്കെ ഇവിടുന്ന് പോകുന്നതിൽ ഏറ്റവും സങ്കടം ഞങ്ങൾക്കാ. കാരണം നിങ്ങൾ അത്ര നന്നായിട്ട് പാടുന്നു. ആ ടെൻഷൻ കുറച്ച് നമുക്ക് പ്രകടമാവുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിങ് ഉണ്ടല്ലോ, രാമനിട്ടൊന്ന് വിറപ്പിക്കുന്നുണ്ട്. അതിന് മനസ്സിലായി ഉള്ളിലുള്ള ടെൻഷനൊക്കെ അതുവരയ്ക്കും ബലം പിടിച്ച് അവസാനം വന്നപ്പോൾ ഒന്ന് റിലാക്സ് ആയപ്പോൾ ആ വിറ പുറത്തേക്ക് വന്നു. അതുവരയ്ക്ക് ഞാൻ വിറയ്ക്കുന്നുണ്ട്, പക്ഷെ കെട്ടി മുറുക്കി പിടിച്ചിരിക്കുകയാണല്ലോ. എനിഹൗ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഈ സാറ് പറഞ്ഞ തന്നെയാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഒച്ച നമുക്ക് കേൾക്കുമ്പോ വിത്തൗട്ട് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര അക്കമ്പനി ചെയ്യാണ്ട് നമുക്ക് കേൾക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കോൺഷ്യസ് ആയിട്ട് നമുക്കത് നോട്ട് പിടിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയിലാണ് ഈ വിറ വരുന്നത്. അതാണ് സംഭവിച്ചത്. അപ്പൊ ആ നേരത്തെ ഇത് വന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു സാധാരണ സിംഗറിന് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ നെക്സ്റ്റ് ടൈം അത് നോട്ട് പിടിക്കാൻ നോക്കുക. പേടി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ സംഭവം പോവും. എല്ലാവർക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് മ്യൂസിക്കൽ ഒരു ലൈഫ് ആകുമ്പോൾ, റെക്കോർഡിങ്ങിനോ ഷോനോ പോകുമ്പോൾ ഇങ്ങനെ ആവണം എന്നാണ് ഞാൻ പറയണത്. പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും സാറ് പറഞ്ഞ പോലെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് പാടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആരൗട്ടാവും ഇന്നാവും എന്നുള്ള ടെൻഷൻ ഞാൻ എടുക്കുന്നില്ല. ഇവിടെ ഈ ഷൂട്ടിന് വരുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഓട്ടവും ചാട്ടവും ഒക്കെ ആയത് കാരണം മ്യൂസിക്കൽ വൈഫ് എനിക്ക് വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു പോഡിയമാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്കും ഇരിക്കട്ടെ. നിങ്ങളെല്ലാവരും ഇനി ബാക്കി പാടാൻ വരുന്നവർ അതേ റിലാക്സ്ഡ് ആയിട്ട് പാടും. ഞങ്ങള് താങ്ക് യു, സ്വന്തം അപ്രീഷിയേറ്റ് ചെയ്ത് പാടി എന്ന് പറഞ്ഞു. ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ദിവ്യ, ഈ അക്ഷരസ്ഫുടത നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ദാ എന്നുള്ള അക്ഷരം തായായിട്ട് കേൾക്കും. അത് 2-3 സ്ഥലത്ത് വന്നു. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നദമുനി വന്ത എന്നാണ് വന്നത്. പാടി വരുമ്പോ അത് നമ്മൾ അറിയാണ്ടായി പോണതാ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഐ തിങ്ക് യു സാങ് എക്സ്ട്രീംലി വെൽ. ഇത്രയും മനോഹരമായ പാട്ട് ഇത്രയും മനോഹരമായിട്ട് പാടി. ഈ പാട്ട് ഇവിടെ ഇന്ന് എടുക്കാനൊരു കാരണം കൂടെ ഉണ്ട്. പറയൂ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് സ്കൂൾ കലോത്സവം നടക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ലീവ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ചെയ്യുന്നത് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടി വരുന്നു ലീവ് എടുക്കുന്നത് കൊണ്ട്. അപ്പൊ അതിന്റെ സ്ട്രെയിനും ഇവിടെ വന്നിട്ടുള്ള സ്ട്രെയിനും എല്ലാം കൂടെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വോയിസ് പ്രശ്നം വന്നിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഞാൻ എലിമിനേഷനിൽ വരികയും ചെയ്തു. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. കാരണം എനിക്കൊരു അവസരം തരികയും ചെയ്തു, ശബ്ദം അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഒരു പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ഇല്ല. ഇന്ന് ഈ പ്രാവശ്യം കൂടുതൽ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം എയർ മാത്രം വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അന്ന് ആ സ്ട്രെസ് കാരണമായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടി. സ്കൂളില് ഞങ്ങള് സിറ്റി സബ് ഡിസ്ട്രിക്ട് ആണ്, പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞങ്ങളുടെ സിസ്റ്റർ HM മിനിഷ
HM സിസ്റ്റർ മിനിഷ സിസ്റ്റർ ഞങ്ങളെ എന്താണ് ഭയങ്കര സപ്പോർട്ട് ചെയ്യാണ്. കാരണം കലോത്സവം ഉണ്ട്, ഈ പ്രോഗ്രാമിന് വരാൻ എനിക്ക് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അത് സിസ്റ്റർക്കും നമ്മുടെ സ്കൂളിന് എല്ലാവർക്കും ഒരു വിഷമാവും. പക്ഷെ അവിടെ ഇപ്രാവശ്യം നോക്കുമ്പോൾ ഞങ്ങളെ സിറ്റി സബ് ഡിസ്ട്രിക്റ്റില് ഞങ്ങൾ ഓവറോൾ നേടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സ്കൂളിന്റെ പേര് പറയൂ. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ നമ്മുടെ സ്കൂളില് ടോപ്പ് സിംഗേഴ്സ് ഉണ്ട്, ഋതിക, ദീപക്, അതുപോലെ അമൃത വർഷം. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ അവരൊക്കെ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ. ഒരു ഫ്ലവേഴ്സ് TV കുടുംബം. ഓക്കെ, അപ്പൊ എന്തായാലും ദിവ്യ താങ്ക് യു സോ മച്ച്. റിസൾട്ട് നമുക്ക് അവസാനം അറിയാം. താങ്ക് യു. അപ്പോ നമ്മുടെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന മൂന്നാമത്തെ കണ്ടസ്റ്റന്റിനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരു പുതിയ അമ്മ, അതായത് നമ്മുടെ ഓഡീഷൻ സമയത്തായിരുന്നു പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ ഷോ തുടങ്ങിയപ്പോൾ പ്രസവിച്ചു, കുഞ്ഞായി. പുതിയ അമ്മ, പുതിയ പുതിയ വേടുകൾ കണ്ടുപിടിക്കുന്നതാ. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നവ അമ്മ, അമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിമിഷ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത
മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വർണബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ ഹായ്, ഹലോ. നന്നായി പാടിയോ? നന്നായി പാടി, ആസ്വദിച്ചു പാടി. അല്ല, ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല? ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല കോൺഫിഡന്റ് ആയിരുന്നു അല്ലേ? അത് നമുക്കിപ്പോ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. അതെ, ആ ഹലോയിലുണ്ടായിരുന്നു. അതെ, ആ ഹലോ. confidence. ശരി, അപ്പൊ രഞ്ജിനി ചേച്ചി. നിമിഷ എന്തോ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. Thank you. നല്ല കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് തെറ്റായിട്ട് നിമിഷം എടുക്കുമെന്ന് അറിയില്ല. ഇന്ന് കോൺഫിഡൻസ് കുറച്ച് കൂടിയോന്ന് തോന്നുന്നു. അല്ലേ സാറേ? അതില്ല. കുറച്ചു കൂടിയോ? എന്താന്നറിയോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന് പറഞ്ഞ ദാസർ പാടിയ പാട്ട് എല്ലാ സംഗതികളെല്ലാം കറക്റ്റായിട്ട് വീണു. പക്ഷെ ഇനിയും നിൻ കഥ പറയൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഫീലില്ലേ, സാർ പാടിയിരിക്കുന്ന ആ ഒരു അത് ലാക്കിംഗ് ആയിരുന്നു. ഈ പാട്ടിന്റെ ഇതിനേക്കാളും കൂടുതൽ വികാരമാണ് വേണ്ടത്, ഇമോഷനാണ് വേണ്ടത്. കാരണം അങ്ങനെയാണ് അത് പാടിയിരിക്കുന്നത്. അത് ദാസർ പാടിയതിന്റെ ഭംഗി ആരെങ്കിലും പാടിയാൽ ഇനി വരുമോന്ന് എനിക്കറിയില്ല. പക്ഷെ വരില്ല. കറക്റ്റ്, അപ്പൊ ഉറപ്പിച്ചു വരില്ല. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, അതില് ഈ പാട്ടിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇംബൈബ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ആ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്ന് പറയുന്നതിൽ ഇങ്ങനെ എക്സ്പ്രഷനും അദ്ദേഹത്തിന്റെ അത് കൊടുത്തിരിക്കുന്ന ബ്യൂട്ടി ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതില് പറയൂ എന്നൊക്കെ പറയണത് പറയടി എന്നുള്ള രീതിയിലായോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അത് മാത്രം എനിക്ക് തോന്നി കുറച്ചും കൂടെ ആ പാട്ടിലേക്ക് ഒന്ന് മുഴുകി അതിലേക്ക് ലയിച്ച് പാടാമായിരുന്നു. ലയം അല്പം കുറവായിരുന്നു. അല്ലെങ്കിൽ എല്ലാം നന്നായിരുന്നു. ഞാൻ ഇവിടെ എഴുതിയേക്കണാണ്, ദിസ് സോങ് നീഡ്സ് ടു ബി സങ് വിത്ത് മീനിങ് ആൻഡ് ഫുൾ ഓഫ് ഹാർട്ട്. അപ്പൊ എഴുതിയിരിക്കുന്നത് ആരാണ്? ശ്രീകുമാരൻ തമ്പി സർ. വരികളുടെയൊക്കെ രാജാക്കന്മാരിൽ ഒരാളാണ് അല്ലെ. അപ്പൊ ആ ഒരു വേർഡ്സിനോട് നീതി പുലർത്തണം. ഇനിയും കുറച്ചും കൂടെ ട്രൈ ചെയ്യണം. ബട്ട് കോൺഫിഡൻസ് പെർഫെക്റ്റ് ഓൺ ടോപ്പ്. ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ കോൺഫിഡൻസ് കൂടി എന്നൊക്കെ, ഒന്നും തെറ്റായിട്ട് വിചാരിക്കണ്ട. ഈ കോൺഫിഡൻസ് വേണം, പക്ഷെ കുറച്ച് ലയം കൂടെ ആവാം അതിന്റെ കൂടെ. ബിക്കോസ് യു ആർ എ ഗ്രേറ്റ് സിംഗർ. മാത്രമല്ല ഇവിടെ വന്ന് പാടുന്നതിന് യു ടേക്കിംഗ് കുറെ എഫേർട്ട് എടുത്ത് കുഞ്ഞുവാവേനെ നോക്കി ഒക്കെ ചെയ്യുന്നതാണെന്ന് അറിയാം. അപ്പൊ അതിന് ഹാറ്റ്സ് ഓഫ് ഫോർ ദി എഫേർട്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. നന്നായി പാടിമാ. ഓക്കെ, താങ്ക് യു രഞ്ജന ചേച്ചി. ബിന്നി ചേച്ചി. ദാസാറിന്റെ മെയിൽ വെർഷൻ ഒരു പാട്ട് അത് വന്ന് ഫീമെയിൽ ഒരു സിംഗിങ്, അത് ഒരു ഡിഫറൻസ് ആയിരുന്നു കേൾക്കാനായിട്ട്. പക്ഷെ രഞ്ജിനി ഈ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് 3 പേർക്കും തോന്നിയത്. അതില് ഒരുപാട് ഇപ്പൊ ദാസാറ് പാടിയത് പോട്ടെ, നമുക്ക് തന്നെ നമ്മളൊന്ന് കേൾക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങള് അവിടെയൊക്കെ ഒരു മോള് പാടുമ്പോ തപോവന സീമയിൽ ഇങ്ങനെ ഒരു തപോവന സീമയിൽ ലല്ലല ഇന്നലെ വന്ന തപസ്വിനി നീ ആ ഒരു ഒതുക്കല് ഇതുണ്ട്. പറയൂ പാടുമ്പോ പറയൂ ആ ഒരു അത് എന്താണ് അങ്ങനെ ഒരു ഉദ്ദേശിച്ച പാടാൻ? പറയൂ എന്നാണ് ഉദ്ദേശിച്ചത്. ലൈൻ ഒന്ന് പാടാവോ മോളെ? ഒന്ന് ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. അടുത്തത് നീ പറയൂ. അത് നീ പറയൂ. നീ പറയൂ. ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയി. അതാ പറയൂന്ന് പറയുമ്പോ ഒരു ഡെലിക്കസി, മനസ്സിന്ന് നമ്മുടെ ബഹുമാനം എല്ലാം ഉണ്ട് അതില്. അല്ലാണ്ട് അടിച്ചിങ്ങോട്ട് പറയടാ എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഫീൽ അല്ല അത്. അതാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഇതിന്റെ ഏറ്റവും വലിയ നമ്മുടെ ഇപ്പോ നിമിഷയുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയോ? ആരായിരിക്കും? ഞാനാണോ? ഡോക്ടർ കെ ജെ യേശുദാസ്.
അദ്ദേഹം പാടിക്കഴിഞ്ഞാൽ ഇത് ഈ പാട്ട് നിമിഷേനെ ഞാൻ കുറ്റം പറയില്ല. കാരണം പണ്ട് കാലത്തെ എല്ലാ പടത്തിലും ഒരു മെയിൽ വേർഷൻ ഉണ്ടാവും, ഒരു ഫീമെയിൽ വേർഷൻ ഉണ്ടാവും. ഞാൻ മെയിൽ വേർഷനെ കേൾക്കാറുള്ളൂ. അത് ദാസാറ് ഒരു ടോക്ക് അങ്ങനെ ഒരു ടോക്ക് സാർ തെറ്റിദ്ധരിച്ചൂല്ലേ? ഇവിടെ തെറ്റിദ്ധരിച്ചു, ഞാനും തെറ്റിദ്ധരിച്ചു, ഇവരൊക്കെ തെറ്റിദ്ധരിച്ചു. അല്ല മീനാക്ഷി അതിനുണ്ട്. ചില ആൾക്കാര് പാടുമ്പോ ഇന്ന വേർഡിന് ഇവിടെ നമുക്ക് ഇച്ചിരി ഭാവം, അവിടെ നമുക്ക് കുറച്ച് ഭാവം കൊടുത്ത് പാടാം എന്ന് ചിന്തിച്ച് പാടുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ദാസാറിന്റെ പാട്ടിൽ അങ്ങനെ ഒരു ലൈനില് അത് അദ്ദേഹം തന്നെ അത് ചിന്തിക്കുന്നില്ല. അദ്ദേഹം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം എന്നല്ല, പാടുന്നതേ ഭാവത്തിലാണ്. അതാണ് ഗാനഗന്ധർവൻ. ഗന്ധർവൻ തന്നെ. അത് നമുക്ക് ഒരിക്കലും ഇവിടെ കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ. പക്ഷെ സാറ് പറയണ ആ ചില ഇടങ്ങളെങ്കിലും നമുക്കൊന്ന് അങ്ങനെ എടുക്കാമായിരുന്നു അല്ലേ സാർ? തീർച്ചയായിട്ടും. അത് വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, ദാസേട്ടൻ പാടുന്നത് ഒരുപാട് നേരിട്ട് തൊട്ടടുത്ത് അനുഭവിച്ചിട്ടുള്ള, അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് എനിക്കൊക്കെ അറിയാമായിരിക്കും. അതായത് ദാസേട്ടൻ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ് കണ്ടാലും മതി. അദ്ദേഹം വരികൾ എഴുതിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഈണം ഉള്ളിലേക്ക് ഹൃദയസ്ഥമാക്കും. അതൊക്കെ നൊട്ടേഷനൊക്കെ എഴുതും. അതെന്താ ഒരു ഡെയിലി 10 പാട്ട് പാടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അത് അറിയാൻ വേണ്ടിയിട്ട് ഈ പാട്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. പക്ഷെ പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ആളാണ്, പിന്നെ ആ ക്യാരക്ടറായി മാറും. പിന്നെ ആ ലിറിക്കിലൂടെ ഉള്ള ഒരു സഞ്ചാരമാണ്. അതെന്ന് പറയുന്നത് ആ ഭാവം ഫേസിൽ കാണാം. ദാസേട്ടൻ പാടുമ്പോൾ എന്തൊരു മനോഹരമാണെന്നൊരു ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എനിക്ക് തോന്നുന്നത് ഏത് വലിയ നടൻ അഭിനയിച്ചാലും ആ പാട്ട് പാടി അഭിനയിക്കുമ്പോൾ അത്രയും നല്ല എക്സ്പ്രഷൻ കിട്ടില്ല. അതാണ് ദാസേട്ടൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഉള്ള ഒരു ചെറിയ പ്രശ്നം. പക്ഷേ എങ്കിലും കുറച്ചും കൂടി യു സാങ് ഇറ്റ് ഒരു ക്ലാസിക്കൽ ഫീലിൽ പാടി. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിമിഷ പാടിയാലൊരു വലിയ പ്ലസ് ഞാൻ കണ്ടത്, അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലത്ത് ചെറിയ സ്ലിപ്പ് ഉണ്ടെങ്കിലും മൊത്തത്തില് ഒരു ശ്രുതി ശുദ്ധതയുണ്ട്. താങ്ക് യു സാർ. ആ ശ്രുതി ശുദ്ധത ഉണ്ടെങ്കിൽ തന്നെ പകുതി ഞാൻ വീഴും. എനിക്ക് ആ ട്യൂണിങ്ങിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭാവം പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇത്തിരി കോംപ്രമൈസ് ചെയ്യട്ടോ. പക്ഷേ നിമിഷം അതൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല സാധകമുണ്ട് തൊണ്ടയിൽ. പിന്നെ ഈ ടെൻഷൻ കാരണം ചില സംഗതികൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വഴുതാൻ, ആ നീ എന്ന് പറഞ്ഞിടത്തൊക്കെ ആ സംഗതി കുറച്ചും കൂടെയൊക്കെ വൃത്തിയായിട്ട് വരേണ്ട. ഭാവം മാത്രമല്ല സംഗതിയും കുറച്ച് സ്ലിപ്പാ. എനിക്ക് തോന്നുന്നത് നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിമിഷയുടെ ഒരു പ്രത്യേക സാഹചര്യം നമ്മളിവിടെ കണക്കിലെടുക്കേണ്ടതാ. നിമിഷയ്ക്ക് മറ്റുള്ളവരെ പോലെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാറുണ്ടോ? ഒരിക്കലും ഇല്ല. ചില കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞതുകൊണ്ടാണ്. ഉറങ്ങാൻ കൊച്ചുണ്ടായ സമയം തൊട്ടേ ഉറക്കം ഇല്ല. 80 ദിവസം കഴിഞ്ഞു. കൃത്യം പറഞ്ഞാൽ 80 ദിവസം 2 മാസം കഴിഞ്ഞു. 16 മണിക്കൂർ ദിവസങ്ങളായിട്ട് ഉറങ്ങുന്നത് രാവിലെ 4 മണി. ഇന്നൊക്കെ സത്യം പറഞ്ഞാൽ ഉറങ്ങാതെ എഴുന്നേറ്റ്. ഒരു പാട്ടുകാരിക്ക് ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്നത് ഉറക്കമാണ്. ത്രോട്ടിന്റെ ആ ഒരു എപ്പോഴാ കറക്റ്റ് റെസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ ആലോചിക്കുന്നത് നിങ്ങളുടെ ഈ പാഷൻ ആൻഡ് ഡെഡിക്കേഷൻ സമ്മതിച്ചു കേട്ടോ. ഒരുപാട് ആഗ്രഹമുണ്ട് സാർ. അറിയാം. കാരണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്. കുഞ്ഞിപ്പാടെ പുറത്ത് അല്ലേ റൂമിലുണ്ട്. പാൽ കുടിക്കാനുള്ള സമയം കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ഞാൻ കേട്ടോ അവിടെ ചെല്ലുമ്പോ ഇടയ്ക്ക് നിമിഷം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, നിമിഷം ഇപ്പൊ ഇതൊരു ഗാനമേളയ്ക്ക് പാടുക, ഞാൻ കേൾക്കാനിരിക്കുക ഓഡിയൻസിൽ, ഞാൻ ആ കൈയടിച്ച് നിമിഷ സൂപ്പർ എന്നും പറഞ്ഞ് ഞാൻ നിമിഷം ഈ പാട്ട് പാടി അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. ഇത് ഈ ഒരു എലിമിനേഷൻ റൗണ്ട്, ഇത് റിയാലിറ്റി ഷോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും പറയുന്നത്. അസാധ്യ സിംഗറാണ്. നിമിഷ ഭയങ്കര സന്തോഷമുണ്ട് നിമിഷ ഇത്രയും പാഷനറ്റ് ആയിട്ട് വന്ന് നിന്ന് പാടുന്നത്. സത്യമായിട്ടും ഉറക്കമില്ലാണ്ട് നിമിഷ ഇങ്ങനെയാണ് പാടിയെന്നുണ്ടെങ്കിൽ ഞാനൊരു 100 on 100 എനിക്ക് മനസ്സിലായി. സത്യം ഉറക്കമില്ലെങ്കിലും അപ്പൊ അതിനെപ്പറ്റി ഒരുപാട് ആഗ്രഹമുണ്ട്. നിമിഷ ഇപ്പൊ എല്ലാവരും അറിയുന്നുണ്ട് ഈ ഷോ വഴി.
ഇനിയും എല്ലാ ആളുകൾ അറിയും, ആഗ്രഹവും ഇനിയും ഒരുപാട് പാടാൻ പറ്റും. കേട്ടോ Thank you, നിമിഷ. sir. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് താങ്ക് യു ബ്ലെസ് മാം, യു. താങ്ക് യു. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്തായാലും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. Thank you. ഓക്കെ, Thank you so താങ്ക് യു. അപ്പൊ നമുക്ക് നാലാമത്തെ ആളെ വെൽക്കം ചെയ്താലോ? ആ. വിളിക്കാം. സ്വാഗതം ചെയ്യാം അശ്വിനി. ब्रूहि कृष्णा घनश्यामा रे मन ब्रूहि कृष्णा घनश्यामा ब्रूहि कृष्णा घनश्यामा रे मन ब्रूहि कृष्णा घनश्यामा मुरली गायक गोकुल पालक मुरली गायक गोकुल पालक मुनि जन वंदित देवा मन ब्रूहि कृष्णा घनश्यामा रे मन ब्रूहि कृष्णा घनश्यामा चरणं नलिनं हृदय सान्त्वनं चरणं नलिनं हृदय सान्त्वनं पुण्यकथामृतदानं चरणं नलिनं हृदय सान्त्वनं पुण्यकथामृतदानं लास्यमोहनं दास्यमोचनं लास्यमोहनं दास्यमोचनं नयनं वल्लीबाणं मन ब्रूहि कृष्णा घनश्यामा रे मन ब्रूहि कृष्णा घनश्यामा मुरली गायक गोकुल पालक मुरली गायक गोकुल पालक मुनि जन वंदित देवा मन ब्रूहि कृष्णा घनश्यामा रे मन ब्रूहि कृष्णा घनश्यामा अमलं वदनम् अमृतरञ्जनम् अमलं वदनम्
रे मन ब्रूहि कृष्णाधन श्यामा ഹായ്, ഹലോ. എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാളും ബെറ്റർ Better ആയിട്ട് ആയി. ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ചോദിക്കാം. ഔസേപ്പച്ചൻ സർ, അശ്വിനി, എന്താ സർ? അശ്വിനി നല്ല ടഫായിട്ടുള്ള ഒരു സോങ് ആണ് ഇവിടെ എടുത്തത്. പ്രത്യേകിച്ചും ചിത്ര ചേച്ചി അതെ. അതെ, ചിത്ര ചേച്ചി. അതിഗംഭീരമായിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അന്ത്ര സലിൽ ചൗധരി ആൻഡ് സഞ്ജയ് സലിൽ ചൗധരി. സലിൽ ചൗധരി സാറിന്റെ എന്റെ മക്കളാണ്. മക്കളാണ്. നല്ല കമ്പോസിഷനും ശുഭോന്തരാളി രാഗം. ഇത് ഫസ്റ്റ് നമ്മൾ പാട്ട് പാടുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിതിന്റെ ശ്രുതി ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഹമ്മിങ് ആലാപം എടുക്കുന്നത് അതിൽ ആ ലാൻഡിങ്ങിൽ നമ്മൾ ശ്രുതിയിൽ അങ്ങോട്ട് ചേരണം. അപ്പൊ അത് ഇവിടെ കുറച്ച് സ്ലൈറ്റ്ലി അതെന്ത് പറ്റിയ ശ്രുതി അങ്ങോട്ട് കാതില് ശരിക്കും ശ്രുതി വീഴുന്നുണ്ടായിരുന്നില്ലേ? ഉണ്ട് സർ. പിന്നെ ഉണ്ടല്ലേ? അത് വേറൊന്നുമല്ല, ത്രോട്ടിന് ചെറിയ ഇപ്പൊ 2-3 ദിവസമായിട്ടേ അങ്ങനെ കിടക്കണം, ചുമയായിരുന്നു. അയ്യോ, അപ്പൊ പിന്നെ അത് ശരി ശരി ശരി. അപ്പൊ പിന്നെ നമ്മളത് പറഞ്ഞിട്ട് അതാണ് ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്ത് ആ ഒരു ട്യൂണിങ്ങിന്റെ ഇതും. പിന്നെ നമുക്ക് ഈ ഇത് ചിത്ര ചേച്ചി പാടിയത് കേട്ടിട്ടല്ലേ പഠിച്ചത്? കേട്ടിട്ടാണ് പഠിച്ചത്. ആ, നമ്മള് സ്വന്തമായിട്ട് പാടാട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് പാടണം സ്വന്തമായിട്ട് പാടുമ്പോ. അത്ര ഇത് ഭാവം കൊണ്ടാണ് എനിക്ക് ഒരു 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 കുറച്ചും കൂടിയൊക്കെ നന്നാക്കാൻ പറ്റുന്നത്. ബട്ട് ടഫായിട്ടുള്ള സോങ് ഓൾമോസ്റ്റ് എല്ലായിടത്തും റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ നൊട്ടേഷനൊക്കെ അതിന്റെ റൂട്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ട് യു ആർ റീച്ചിങ്. കാരണം റൂട്ട് തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പാട്ടിൽ. ആ റൂട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ റൂട്ടിൽ പോകുമ്പോൾ കുറച്ച് ആട്ടമുണ്ട് ബസ്സിന്. അല്ല, ബസ്സിന്റെ കാറാ ലോറി എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഐ മീൻ അത്രേ പ്രോബ്ലം ഉള്ളൂ. അതെന്താണെന്ന് മനസ്സിലാവണില്ല. അതൊരു പക്ഷെ ഇവരാരെങ്കിലും പാടി കേൾപ്പിച്ചാൽ കൊള്ളാം. ചരണം നളിനം ഹൃദയ സാന്ത്വനം പുണ്യകഥാമൃത ദാനം എന്ന് പറയുമ്പോൾ താഴത്തേക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. രഞ്ജിനി, ആർക്കാ അതറിയാം? പാടണമല്ലേ അത്? അത് ചിത്രയുടെ ഒരു സ്പെഷ്യൽ സാധനം, ആർക്കും പാടാൻ പറ്റരുത് എന്ന് വിചാരിച്ചിട്ട് ചിത്ര പാടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ബോത്ത് ദ പ്ലേസസ്, 2 ചരണത്തിലും യു മിസ്ഡ് ഇറ്റ്. ചരണം നളിനം ഹൃദയ സാന്ത്വനം പുണ്യകഥാമൃതദാനം ലാസ്യമോഹനം ദാസ്യമോചനം ലാസ്യമോഹനം ദാസ്യമോചനം നയനം വല്ലീബാണം. അത് എന്താണെന്ന് ഒന്നില്ലെങ്കിൽ ചിത്രയുടെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ രഞ്ജിനി പാടി കേൾപ്പിച്ചാലും ഓക്കെ. ഹൃദയ സാന്ത്വനം ഇത്രയുണ്ട്. അതാണ് ചിത്ര ചേച്ചി. സാന്ത്വനം ആ, അത് സാന്ത്വനം അതാണ് റൂട്ട്. അപ്പൊ പക്ഷെ അത് ഡബിൾ സ്പീഡിൽ പാടണം. ആ, അതെ. അപ്പൊ അത്രയും ടഫായിട്ടുള്ള ഒരു പാട്ടാണ് എടുത്തോണ്ട് വന്നത്. അപ്പൊ എനിക്ക് എന്റെ ചോദ്യം ഇതൊന്നുമല്ല, ഈ എലിമിനേഷനിൽ അല്ലെങ്കിൽ ഈ ഡേഞ്ചർ സോണില് ഇത്രയും ബുദ്ധിമുട്ടുള്ള പാട്ട് എന്തിനാണ് കുഞ്ഞെ എടുത്തോണ്ട് വന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ചേച്ചി ഞാൻ പറയാം. ആ, പറയൂ. ചുമയും കഴിഞ്ഞിട്ട് ഈ പാട്ട് ബ്രൂഹി കൃഷ്ണാകര ശ്യാമ, ഈ പടത്തിലെ പാട്ടുകൾ ആദ്യം ഇറങ്ങിയപ്പോ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ അന്തം വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഇതിന്റെ കമ്പോസേഴ്സ് സലിൽദായുടെ മക്കള് ഇത് വന്നിരിക്കുന്നതും ചേച്ചി പാടിയിരിക്കുന്നതിന്റെ അടുത്ത് ശൃംഗാര കൃഷ്ണ വരൂ എന്ന് പറഞ്ഞ വേറൊരു പാട്ടുണ്ട്. അതെന്റെ വളരെ ഫേവറേറ്റ്. ഞാൻ സ്റ്റേജിൽ പാടുന്ന പാട്ടാണ്. പക്ഷെ ഇത് തൊടാൻ പേടിയാവുന്ന ഒരു പാട്ടാണ്. എന്തിനാണ് ഇത് എടുത്തോണ്ട് വന്ന് പറയൂ. പറയാം ചേച്ചി. എന്റെ അച്ഛനാണ് എന്റെ എല്ലാം. അപ്പം അച്ഛൻ ചെറുപ്പം മുതലേ, അതായത് ഞാൻ പാടി തുടങ്ങുന്നത് മുതലേ, ഈ പാട്ട് ഇറങ്ങിയ ഉടനെ മുതലേ എന്നോട് പറയും, ഈ പാട്ട് പാടണം, പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ അത് നോക്കിയിട്ടില്ല, കാരണം അത് അത്രയും ടഫ് സോങ് ആണ്. അപ്പം ഞാൻ പിന്നെ അത് ഞാൻ പാടുന്നത് അച്ഛന് വേണ്ടിയിട്ട്, അച്ഛൻ മരിച്ചതിന് ശേഷം ഈ വേദിയിലാണ്. അപ്പൊ അത് ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതെനിക്ക് പാടണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എലിമിനേഷൻ ആവുകയാണെങ്കിൽ അതിനു മുമ്പ് അച്ഛന് വേണ്ടി പാടണം. അതാണ് വികാരം അല്ലേ?
നന്നായി, അതെ. ഇനിയൊരു അവസരം കിട്ടിയില്ലെങ്കിലോ അതെ, എന്നുള്ളത്. അല്ല സർ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാട്ട് എടുത്ത് പാടിയത്. പിന്നെ Okay, okay, അത്രയും റിസ്ക് എടുത്ത് അല്ല, പാടിയതാണ്. അശ്വിനി നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതെ, നന്നായി പാടിയിട്ടുണ്ട്. ഇത് എന്താ പ്രശ്നം എന്നറിയാം മോളെ, ഇതിപ്പം ഇതിനകത്ത് രാഗം ശുഭബന്ധുരാളി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ശുഭാളി രാഗമാണ്. ശുഭാളി എന്ന് പറഞ്ഞാൽ പഞ്ചമം ഇല്ലാത്തത്. ഓ ശുഭബന്ധുരാളിയാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ഈ പാട്ട് ഇവര് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ പഞ്ചമം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഗ്രിപ്പാ, പാന്ന് വന്ന് നിക്കണത് ഒരു ഗ്രിപ്പാ. ഇതില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്നത് കുറെ സംഗതി എടുത്ത് അത് ഗ്രിപ്പില്ലാതെ പോകുന്ന ഒരു സംഭവം ഈ രാഗം. ചില നേരം നമ്മൾ ചിലപ്പോ പാട്ട് പഠിക്കണോ, ഇപ്പൊ സിനിമ പാട്ട് പാടണമെങ്കിൽ പാട്ട് പഠിക്കണോന്ന് ചോദിച്ചാൽ ആവശ്യമൊന്നുമില്ല. ഇതുപോലുള്ള ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയിരുന്ന നൊട്ടേഷൻ ക്ലീൻ ആയിട്ടൊന്ന് അറിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് പാടി എടുക്കാൻ പറ്റും. അതങ്ങനെ ഒരു സംഭവം ഈ ഇതിനകത്ത് ശുഭാളിയിൽ ചെയ്തതുകൊണ്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. സാധാരണ ശുഭബന്ധുരാളിയേക്കാൾ ഒരു ഇത് അധികം പഞ്ചമം അതിനകത്ത് ചേർത്തിട്ടില്ല. എന്ത് ഇൻഫർമേഷൻ ആണ് അത്. മിനി ചേച്ചി ഇരിക്കണോണ്ടാണ് ഇൻഫർമേഷൻ ഒക്കെ. എല്ലാവരും ശുഭബന്ധു ഒരാളി എന്ന് പറഞ്ഞു പോയേനെ. ഞാൻ പറഞ്ഞ റൂട്ടില് നടുവില് റെസ്റ്റ് റൂം ഇല്ല, അതാണ് ഉദ്ദേശിച്ചത്. പഞ്ചമം ശരിക്കും നമുക്ക് വലിയ ബലമാണ് സാർ. ഭയങ്കര എക്സാമ്പിൾ ആയി പോയി. റെസ്റ്റ് റൂം ഇല്ല. ഞാനുള്ള ദൈവങ്ങളെ മുഴുവൻ വിളിച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത്. അവിടെ rest ചെയ്തു, അവിടെ കൊടുത്തു. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഈ മന ഓരോ പ്രാവശ്യം മന ലാസ്റ്റത്തെ 2 മന കറക്റ്റ് ആയിട്ട് വീണു. ആദ്യത്തെ 2 മന അപ്പോഴാണ് മന കേറി. അതേപോലെ ഒരു സംഗതി അതൊന്നും പഠിക്കാം. അത് ഈ സംഭവം ഇതെല്ലാം വന്ന ഒരു KKPP. ഇത് ആ പഞ്ചമല്ലാത്തോ ഒഴുകി വരുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ അതിനു വേണ്ടി കുറെ പ്രാക്ടീസ് ചെയ്യണം. അത് ചേച്ചി ഞാൻ പാടിക്കഴിഞ്ഞാൽ ചില സമയത്ത് അങ്ങനെ ഫ്ലോയില് വരും. അതാണ് പറഞ്ഞ കിട്ടിയാ കിട്ടും, പോയി കഴിഞ്ഞാൽ പോകും. അതിപ്പോ മോൾക്ക് മാത്രല്ല കേട്ടോ, എല്ലാവർക്കും ഇതൊക്കെ തന്നെ മോളെ. അതേപോലെ ഇപ്പൊ ചുമ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരോടും പറയണം. നമുക്ക് ചില നേരം ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഇന്നലെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറി ഉടനെ തന്നെ എനിക്ക് വല്ലാത്ത ഒരു ഇതായിരുന്നു, ത്രോട്ടിന് പ്രോബ്ലം, ഇതെല്ലാം. ഞാൻ എന്ത് ചെയ്തു, രാവിലെ എണീറ്റപ്പോ തീരെ വയ്യ. രാവിലെ എണീറ്റപ്പോ ഞാൻ ആ ഹോട്ടലിൽ പോയി നല്ല ഐസ് കെട്ട ഒരു ഫുൾ ഗ്ലാസ്സിലിട്ടിട്ട് ചില ക്രാൻബെറി ജ്യൂസ് അങ്ങ് കുടിച്ചിട്ടാ വന്നിരിക്കണം. വെരി ഗുഡ് ചേച്ചി. എനിക്ക് ചുമയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് തീരെ വയ്യ. അങ്ങനെ ഇരിക്കരുത്. നമ്മളെല്ലാം പാട്ടുകാരാണ്, ഒരുപാട് അങ്ങനത്തെ സാഹചര്യങ്ങൾ വരും. ഇന്ന് ചുമയുണ്ട്, നമ്മളങ്ങ് പാടുക. നമുക്ക് എനിക്ക് വയ്യ, അങ്ങ് ചെയ്തു. ശരിയാണ് അശ്വിനി. നമ്മൾ പല സ്ഥലത്തും പോകുമ്പോ നമുക്ക് ചിലപ്പോ ചില സ്ഥലങ്ങളിൽ പോകുമ്പോ റോട്ട് വയ്യാണ്ടാവും. അന്ന് ടിക്കറ്റ് വിറ്റ ഒരു ഷോ ആയിരിക്കും. നമുക്ക് വയ്യാന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ, നാട്ടുകാർ കൈവയ്ക്കും. സോ ആ നേരത്തെ കിട്ടുമെന്ന് ഓർത്തിട്ട് നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പ്രത്യേക എനർജി കിട്ടുന്നുണ്ട്. അത് ശരിക്കും എന്റെ ജീവിതത്തിൽ ത്രൂ ഔട്ട് തോന്നിയിട്ടുണ്ട്. ദേ എവിടെ ഇരിക്കണം, ജോമിയൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് വയ്യാണ്ട്. നമ്മൾ പാടിയില്ലേ ന്യൂസിലൻഡിൽ. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വരണം. അപ്പൊ എങ്ങനെയാ അത് വരുന്നത്? എന്തെങ്കിലും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ ത്രോട്ടിന് വയ്യ. ഇത് എല്ലാവരുടെയും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ത്രോട്ടിന് വയ്യ എന്ന് പറയുന്നത് തന്നെ അവിടെ മാനിഫെസ്റ്റേഷന്റെ ഒരു നെഗറ്റിവിറ്റിയാണ്. അത് പറയാതിരിക്കുക. ചേച്ചി പറഞ്ഞ പോലെ എല്ലാം കഴിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുന്നതാണ് നമ്മുടെ ബോഡിയും കേൾക്കുക, നമ്മുടെ ത്രോട്ടും കേൾക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ അയ്യോ തൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങ് വിടുക. ദൈവം ഒരു ടാലന്റ് തന്നിട്ടുണ്ടെങ്കിൽ പാടുക, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് ഈ ത്രോട്ടിനെ പറ്റി ആലോചിക്കരുത്. ഞാൻ എല്ലാവരോടും പറയുന്ന, നമ്മൾ എന്തൊക്കെ കാര്യമാണ് ഈ വാവഴി ചെയ്യുന്നത്? നമ്മൾ തിന്നുന്നു, വർത്താനം പറയുന്നു, കുടിക്കുന്നു, ഒച്ചയെടുക്കുന്നു, പിള്ളേരോട് എടുക്കണു, എല്ലാം ഈ പാവം വോക്കൽ കോഡാ. അതാണ് ഞാൻ ഈ പാട്ടുകാരുടെ കഷ്ടം ആലോചിക്കണം. എന്തൊന്നും ആലോചിച്ചൊക്കെ എല്ലാം അതിൽ എരിവ് പോകുന്നു, ഐസ് പോകുന്നു, എല്ലാം ചെയ്യണം. എന്നിട്ട് അവിടെ വല്ല മെട്ടുണ്ടോ പാടാൻ? സരിഗമധനീസ കഴിഞ്ഞ പിന്നെ സരിഗമപധനീസ പറഞ്ഞു, സരിഗപദസ അടുത്തത് സരിഗപനീസ അടുത്ത ഗമദസ, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. അല്ല ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ സ്വരല്ല കേട്ടോ, അതിനു മുമ്പ് പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നോട്ട് ഓൺലി ഫോർ അശ്വിനിക്ക് മാത്രമായിട്ട് പറയുന്നത്. അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത്.
ഇനി ചേച്ചി കാരണം ഒരു റിയാലിറ്റി ഷോ ആവുമ്പോഴും അല്ലെങ്കിൽ ഒരു ഷോന് എവിടെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് പോയാൽ അതിനനുസരിച്ച് മാറും. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് ഇവിടെ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ആവരുത്. രഞ്ജിനി ഇപ്പൊ ഇതൊക്കെ പറയുന്നു, നമ്മളൊക്കെ പറഞ്ഞു മട്ടിയതാ. അതായത് ആ സ്ഥലത്ത് ഞാൻ എത്തിയതാണ് സാറ് പറയുന്നത്. തണുത്ത വെള്ളവും കുടിക്കാം, ഒറ്റ കുഴപ്പമില്ല. ചേച്ചി ഇതൊക്കെ പറഞ്ഞിട്ട് പോയി തണുത്തോളം കുടിച്ച് മീനാക്ഷി, ഞാനൊരു തണുത്ത വെള്ളം കുടിക്കുന്ന ആളാണ്. SP ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തി തണുത്ത വെള്ളം മാത്രം എന്റെ ഗുരുജി ബാലമുരളീകൃഷ്ണ, അദ്ദേഹം സ്റ്റേജില് നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട്, ഇതൊക്കെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഇതാണ് കേട്ടോ. മാർക്സ് ഒക്കെ നമുക്ക് ലാസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ജഡ്ജസ്, വളരെ വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവസാനത്തെ കണ്ടസ്റ്റന്റ്, ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന അവസാനത്തെ കണ്ടസ്റ്റന്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഐഷ ഇസ്മായിൽ. ആദിരാമഴയേതോ ഹംസഗീതം പാടി വീണപ്പൂവിതഴെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി ആദിരാമഴയേതോ ഹംസഗീതം പാടി. കൂരിരുൾ ചിമിഴിൽ ജ്ഞാനം മൗനവും മാത്രം മിന്നിയുലയും വ്യാമോഹ ജാലയാളുകയാ എന്റെ ലോകം നീ മറന്നോ എന്റെ ലോകം നീ മറന്നോ
ഡേഞ്ചർ സോണിലെ അവസാനത്തെ പാട്ടായിരുന്നു. അതെ, എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? പിന്നെ കഴിഞ്ഞ ഇത് ഇപ്പൊ ഇത്രയും ഇപ്പൊ എപ്പിസോഡ് കഴിഞ്ഞു. ആ കഴിഞ്ഞതിൽ നോക്കുമ്പോ ആ. പിന്നെ വറക്കാതെ പാടാൻ പറ്റീനെന്ന് എനിക്ക് തോന്നുന്നു. വേറെ പാടാൻ പറ്റിയോ? അങ്ങനെ തോന്നുന്നു. ഞാനും വർക്കാവാതെ പാടാൻ പറ്റിയെന്ന്. അല്ല, വറക്കാതെ പാടാൻ പറ്റിനി. വറക്കാതെ വിറയ്ക്കാതെ പാടാൻ വരയ്ക്കാതെ പാടാൻ പറ്റി. വിറയ്ക്കാതെ പാടാൻ പറ്റിയെന്ന് സർ ആ. ഇന്ന്. അതെന്താ അങ്ങനെ? സാറിന്റെ പാട്ട്. സാധാരണ വിറച്ചല്ലേ ഇപ്പൊ പാടുക. അതാണല്ലോ വിറയ്ക്കുക. അല്ല അങ്ങനെയല്ല, എന്തെന്നറിയോ, സാറിന്റെ എല്ലാ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന പാട്ടെന്നൊന്നുമല്ല, എല്ലാ പാട്ടും. ഇപ്പൊ മൗനം സ്വരമായി, പിന്നെ അന്തിവേലി, പിന്നെ അതേപോലെ തന്നെ ഒരു പൂവിനെ, ആ പാട്ട്. ഇന്നതെന്നൊന്നുമില്ല, അതേ ചെറുപ്പത്തിലൊന്നും ഇന്ന സംഗീത സംവിധായകനോ അങ്ങനെ പറഞ്ഞിട്ടൊന്നും അല്ല. ഞാൻ പാട്ട്, എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. പിന്നെ നമ്മളൊരു ഏജ് ഒക്കെ ഇങ്ങനെ വരുമ്പോ, ഇപ്പൊ ഏജ് അങ്ങനെയൊന്നല്ല, പിന്നെ പ്രായമായിന്നല്ല, പക്ഷേ അപ്പൊ പിന്നെ നമ്മ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമല്ലോ. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ പലതും സാറിന്റെ ആ പാട്ടാണ്. വേറെ ഒന്ന് രണ്ടും കൂടെ പറഞ്ഞേ കേക്കട്ടെ. ഞാൻ പറയാം. പിന്നെ എന്റെ മോൻ ആദ്യമായിട്ട് പാടിയ പാട്ട് ഉണ്ണികളെ ഒരു കഥ പറയാം. പിന്നെ മറ്റേ പാട്ട് വേറൊരു പാട്ടില്ലേ സാറേ, കണ്ണാന്തുമ്പി. അല്ല, കൊച്ചു കൊച്ചെന്ന് പറയുമ്പോ നമുക്ക് പിന്നെ അതിലേക്കാണ് പോകുന്നത്. ഞാനും എന്റെ കൊച്ചുമക്കൾക്ക് പാടി കൊടുക്കുന്ന പാട്ട് അത് തന്നെയാണ്. അവൻ അങ്ങനെ അങ്ങനെ പാടും. ഓക്കെ, ആസ്വദിച്ച് പാടി. നമുക്ക് എന്തായാലും പാട്ടിനെ കുറിച്ച് ജഡ്ജസിനോട് ചോദിക്കാം. ഔസേപ്പിച്ചു സാർ, ഈ പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ വേറൊരു കാര്യം പറയാട്ടോ. വേറൊന്നുമില്ല, പാട്ട് തുടങ്ങുമ്പോൾ ഞാൻ ഇത് ഒരു ബേസിക് മൈനസ് ട്രാക്ക് ഇട്ടിരിക്കുകയാണെന്ന് ഞാൻ ധരിച്ചു. കാരണം ഫ്ലൂട്ട്, ദ വേ ഹി പ്ലേഡ്, ആ ഫ്ലൂട്ടിന്റെ ടോൺ, ആ പ്ലേയിങ് സ്റ്റൈൽ, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലൂട്ടിസ്റ്റ് ഫോർ സിനിമ. ക്ലാസിക്കലല്ല, സിനിമയുടെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഫ്ലൂട്ടിസ്റ്റാണ് നവീൻ. ഹി ഈസ് ഇൻ മുംബൈ ഫോർ മെനി ഇയേഴ്സ്. നവീൻ ആ ഒരു ഫ്ലൂട്ടിൽ എല്ലാം വായിക്കുന്ന പോലത്തെ, അതായത് ഇതിൽ വരില്ല, അരനോട്ട് വരില്ല, 2 നോട്ട് ഒന്നുമില്ല. വയലിനിൽ വായിക്കുന്ന പോലെ ഗ്ലൈഡ് വായിക്കാൻ പറഞ്ഞാൽ അതും വായിക്കും. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അതെന്തോ ഒരു കൈൻഡ് ഓഫ് പ്ലെയർ ആണ്. പിന്നെ ഭയങ്കര ഫീലാണ്, സോളാണ്. അതിനുശേഷം നമ്മൾ അതൊക്കെ മറന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് ആ നവീൻ വായിച്ച പോലെ തോന്നി ആ ഫ്ലൂട്ട് കേട്ടപ്പോ. സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. അതിലെല്ലാം പറ്റും. പിന്നെ അതിൽ സെക്കൻഡ് ബിജിയിൽ വരുന്നത് അത് ആക്ച്വലി ഫ്ലൂട്ട് അല്ല, അത് പാൻ ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ട് പാൻ ഫ്ലൂട്ട് ഉണ്ട്. അത് അന്ന് ആദ്യമായിട്ട് ആ ഫ്ലൂട്ട് അന്ന് അതിനാണ് വായിച്ചത്. എന്റെ പാട്ടിനാണ് മേടിച്ചു കൊടുത്തിട്ട്, ജർമ്മനിയിൽ എവിടെ പോയി വന്നപ്പോ മേടിച്ചതാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിലാണ്. അതോടുകൂടി പിന്നെ അത് വായിക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസത്തെ റെക്കോർഡിങ്ങിന് ആ സ്റ്റുഡിയോ കത്തിപ്പോയിപ്പോ അതും കത്തിപ്പോയി. ഇറ്റ് ഹാപ്പൻഡ്. ഞാൻ ഐ ഹാവ് ടോൾഡ് ദിസ് എനിഹൗ. അതൊക്കെ സംഭവിച്ചു പോയ ഹിസ്റ്ററിയാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആയി. പിന്നെ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഐഷ നന്നായിട്ട് പാടാൻ നല്ലൊരു പാട്ട് എടുത്തുകൊണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഇതില് പിൻനിലാവിലലിഞ്ഞു എന്ന് പറഞ്ഞിടത്തേക്ക് അതെന്താ അവിടെ എത്താണ്ടാണോ? അല്ല, എത്താണ്ടല്ല, അത് ഒരു വെപ്രാളം ഉണ്ട് കുറച്ച്. എന്നാലും വീണപ്പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു. പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപ്പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു. നീലവാർ അതെ അത് എത്തണം. നീല എന്നല്ല, നീലവാർ. അത് സ്പെഷ്യലാണോ? നൈസ്, അത് കൊള്ളാം. പിന്നെ അതേപോലെ ഈ ഓർമ്മ പോലെന്നുള്ളത് അത് പിച്ച് കിട്ടാണ്ടാണല്ലേ. ഇപ്പൊ വന്നല്ലോ. മറ്റേ നേരത്തെ ഓർമ്മ എന്നാ പറഞ്ഞേ, ഓർമ്മ
പോലും അതല്ല ഓർമ്മ അതുണ്ട് കേട്ടോ. അത് 2 പ്രാവശ്യം പാടിയില്ല, അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നി അത് ശ്രദ്ധിക്കാണ്ടാണോ എന്ന്. അല്ലല്ല ആ. ഞാന് ഇതിന് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്ര അതിമനോഹരമായിട്ട് പാടിയുള്ള correct. പാട്ടാ. സോ ഫീൽ ബോയ്സ് യു ഷുഡ് മേക്ക് ലിറ്റിൽ മോർ. പിന്നെ കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് പാടാൻ നോക്കുക. വേറെ ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് അറിയാം, സങ്കടങ്ങളും അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. Okay, sir. ബട്ട് ഇതിനെ പറ്റിയ ഒരു പാട്ടും കൂടിയാണ്, സങ്കടങ്ങളുടെ പാട്ടുമാണ് ഇത്. യു ഹാവ് ടേക്കൺ അല്ല BGM ഓരോ സെക്കൻഡ് ഓരോ ലൈനും എന്തൊരു കൺസ്ട്രക്ഷൻ ആ സാർ ചെയ്ത് വെച്ചിരിക്കുന്ന BGM. എന്റെ അമ്മേ, പാട്ടോ ഇത് രണ്ടും കൂടെ ചില നേരം എങ്ങനെ പാട്ടുകൾ വരില്ല, പാട്ടും BGM സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ അത് രണ്ടും കൂടെ എങ്ങനെ പോയി. അത് നമ്മള് പാടി ഫലിപ്പിക്കാൻ പാട്ടിനേക്കാൾ രസം പറഞ്ഞു കേൾക്കാൻ സ്വർണത്തിന് സുഗന്ധം. എനിഹൗ ആയിഷ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. You have sung nicely. Okay. താങ്ക് യു സോ മച്ച് സർ. ഐഷ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അസാധ്യമായിട്ട് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് അവിടെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, നമുക്ക് നോക്കാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പിന്നെ ചേച്ചി. രഞ്ജിനി ചേച്ചി, സെയിം തിങ് ആയിഷ, നന്നായി പാടി. താങ്ക് യു ഈ പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നതിന്. താങ്ക് യു. And എല്ലാത്തിനും ഉപരിയായിട്ട് താങ്ക് യു ഔസിഫ് സർ, ഇങ്ങനെ ഒരു പാട്ട് മനോഹര പാട്ട് പാട്ട് എപ്പോ കേട്ടാലും കൊടുത്തതിന്. അതെ. ഭൂമി അഴിഞ്ഞാലും അഴിയാത്ത ചില പാട്ടുണ്ട്. അഴിയാന്ന് പറഞ്ഞാൽ നശിക്കാത്ത പാട്ടുകളിൽ അത് ഞാൻ പറയും 10 പാട്ടുകൾ ഈ ലോകത്തിൽ, അതിൽ ഒരു പാട്ട് സാറിന്റെ ആണ് ഈ പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ ഇവിടെ ഒരു പെയിൻ ആണ്, ആ ഒരു ഇത് വരുമ്പോ ഒരു ഹോണ്ടിങ് ഫീൽ ആണ്. എന്നാ ഞാൻ BGM വരുമ്പോ ഒന്ന് സമാധാനിക്കാൻ നോക്കുമ്പോ രാജേഷ് ഏട്ടാ ഒരു രക്ഷയില്ല കേട്ടോ. ആ പാൻ ഫ്ലൂട്ടിന്റെ സമയത്ത് ആ പാൻ ഇത് എങ്ങനെ വായിച്ചേക്കുന്ന അതേപോലെ ആ ഒരു വിബ്രാറ്റോ അതിലിങ്ങനെ അത് നോക്കിയാൽ മാത്രമേ അത് ഫ്ലൂട്ടിൽ വായിക്കണമെന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ആ പാൻ ഫ്ലൂട്ടിന്റെ അതേ ടച്ച് അതേപോലെ തോന്നിയോ. അയ്യോ, ഗൂസ് ബംസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ പറയാൻ പാടുണ്ടോ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുഴപ്പമില്ലല്ലോ. അതായത് ഇനിയിപ്പോ മുമ്പോട്ടുള്ള യാത്രയില്ല, അതിപ്പോ എന്താണെങ്കിലും ഇപ്പൊ പുറത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും സാറിന്റെ അനുഗ്രഹത്തോട് പോണെന്നാണ് ഒരു ആഗ്രഹം. സാറിന്റെ വാണിക്കണോ? വന്നോളൂ, ഗുരുദക്ഷിണ മതി. എന്നാ ഓടി വാ. ഓടിച്ചെന്ന് വാങ്ങി. തഴുകുന്ന പാട്ടുന മറന്നേക്കുനൊമ്പരം ഒരു കുറുന്ന കുമ്പിളിലേക്കിടം കനിവാർന്ന സാന്ത്വനം. ആയിഷയ്ക്ക് എല്ലാ നന്മകളും എല്ലാം ജീവിതത്തില് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉയർച്ചയുടെ കാലമായിരിക്കും. അതും പ്രത്യേകിച്ച് സംഗീതത്തിൽ യു ഹാവ് ഗോട്ട് എ വെരി ഗുഡ് പൊട്ടൻഷ്യൽ. സോ ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. ആയിഷ, അപ്പൊ ദാ സാറിന്റെ അനുഗ്രഹം വാങ്ങി നമുക്കറിയാം എലിമിനേഷൻ റൗണ്ട് ആണ്, നമുക്ക് മാർക്സ് ഇപ്പൊ അറിയാൻ പറ്റത്തില്ല, റിസൾട്ട് അറിയാൻ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നമുക്ക് എന്താണ് മുന്നോട്ടേക്കുള്ളതെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ അറിയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മീനാക്ഷി, അങ്ങനെ ഇന്നത്തെ ഡേഞ്ചർ സോൺ എപ്പിസോഡിലെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റിസൾട്ടിനുള്ള സമയമാണ്. നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണ്, നമ്മുടെ മത്സരാർത്ഥികൾ കാത്തിരിക്കുകയാണ്, നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കുറച്ച് വിഷമമുള്ള തീരുമാനങ്ങൾ തന്നെയാണ്, പക്ഷെ അത് എടുത്തേ മതിയാവും. ഈ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ മത്സരാർത്ഥികൾ എല്ലാവരും നമ്മുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആളുകളായി കഴിഞ്ഞു. കാരണം ഒരുപാട് ആളുകളാണ് മെസ്സേജ് വഴിയും ഫോം വിളിച്ചൊക്കെ അറിയിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും പേരെടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതവും നിങ്ങളുടെ സംഗീതത്തെ കുറിച്ചൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഇതൊരു മത്സരമായതുകൊണ്ടും ഇവിടെ ഒരു എലിമിനേഷൻ വേണ്ടതുകൊണ്ടും നമ്മളിനി അടുത്ത എലിമിനേഷൻ ഘട്ടത്തിലോട്ട് കടക്കുവാണ്. അപ്പോൾ 5 പേരുടെ പാട്ട് കഴിഞ്ഞു, ഇനി റിസൾട്ട് അറിയാം അല്ലെ? റിസൾട്ട് അറിയാം. അപ്പൊ നമുക്ക് 5 കണ്ടസ്റ്റന്റ്സിനെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേഞ്ചർ സോണിൽ ഇപ്പോൾ ഉള്ള 5 കണ്ടസ്റ്റന്റ്സും പ്ലീസ്. ഭാഗ്യലക്ഷ്മി, ദിവ്യ, അശ്വിനി, ആയിഷ, നിമിഷ.
മീനാക്ഷി ഇത് 5 പേര് എത്തിയിരിക്കുകയാണ്. നിമിഷ, നമുക്ക് ഇന്നാണോ ഔട്ടാണോ എന്നുള്ളതൊന്നും അറിയില്ല. എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ട്. ഇന്നാവുകയാണെങ്കിൽ ഔട്ട് ആവുകയാണെങ്കിൽ എനിക്ക് പുറത്ത് നല്ല രീതിയിൽ മ്യൂസിക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം നല്ല ആഗ്രഹമുണ്ട്. മ്യൂസിക് ആണ് എനിക്ക് എല്ലാം. ഡെഫിനറ്റ്ലി മ്യൂസിക് ഈസ് ഇമ്പോർട്ടന്റ്. അതെ, അത് ഗ്രേറ്റ്. ആ സ്പിരിറ്റിന് വലിയ ചിന്തയാണ് ഔട്ട് ആയാലും ഇന്നായാലും എനിക്ക് പുറത്ത് പാട്ടുകൾ ഒരുപാട് പാടണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ളത്. പാടാൻ സാധിക്കും. താങ്ക് യു സാർ. പാടണം. സാറിന്റെ അനുഗ്രഹം, എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് വേണം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഭാഗ്യലക്ഷ്മി. വളരെ സന്തോഷം ഇങ്ങനെ ഒരു സ്റ്റേജ് ചെയ്യാൻ പറ്റിയതിൽ. ഇന്നായാലും ഔട്ടായാലും ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം അങ്ങനെ പറ്റിയതാണ്. വളരെ സന്തോഷം. ഇത്രയും വലിയ ജഡ്ജസിന്റെ മുന്നിൽ പാടാൻ കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷം. അപ്പൊ നിങ്ങളുടെ അനുഗ്രഹം എന്തായാലും എനിക്ക് വേണം. എപ്പോഴും ഉണ്ട്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Okay, ദിവ്യ. ദിവ്യ. എനിക്ക് ആദ്യമായിട്ട് ഒരു നന്ദി പറയാനുള്ളത്, ഇന്നാവുകയാണെങ്കിലും ഔട്ടാവുകയാണെങ്കിലും പ്രൊഡ്യൂസർ രജി സാറ്, അതുപോലെ ഡോക്ടർ ഉണ്ണി സാറ്. കാരണം എനിക്കൊരു സ്വഭാവമുണ്ട്, വേറൊന്നുമല്ല, ആരെങ്കിലും ഈ ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂഡ് ഫുള്ള് പോവും. പക്ഷെ സാറൊക്കെ എന്ത് സ്നേഹമായിട്ടാണ് പറയുന്നത്. എനിക്കൊന്ന് സാറൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു മ്യൂസിക്കൽ വൈഫ് പ്രോഗ്രാം സാറിന് അങ്ങനെ ചെയ്യാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ടീച്ചിങ് പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്ന് കൂടി സംശയമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ജഡ്ജസ് ആണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പം അതിലൂടെ ശരിക്കും പഠിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഈ ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിനി മാഡം ബ്രീത്തിങ് ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വലിയ തെറ്റായിരുന്നു. ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ബ്രീത്ത് എടുക്കുന്നത് തെറ്റാണ്, ഇവിടെ നല്ല എടുക്കുന്നത്, ഞാൻ നെക്കാണ് എടുക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അതൊക്കെ എനിക്ക് ഈ സമയത്താണ് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞപ്പോൾ അത്രയും കാലം ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ഗ്രൂമേഴ്സിൻ്റെ അടുത്തും പറഞ്ഞു. എനിക്ക് മുഫീദ മാഡം അത് ഫസ്റ്റ് പറഞ്ഞു, പക്ഷെ എനിക്കത് മനസ്സിലായില്ലായിരുന്നു അന്ന്. ഇങ്ങനെ എടുക്കും, വയറിലെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ സമയത്ത് വയറ് വീർപ്പിക്കും. പുറത്തേക്ക് വിടുമ്പോ വയറ് വീർക്കും, അകത്തേക്ക് എടുക്കുമ്പോ വയറ് ചൊട്ടും അല്ലേ? അതൊരു പ്രോസസ്സാണ്. അത് ചെയ്തേ നമ്മൾ പഠിക്കുള്ളൂ. നമ്മൾ പാടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആ പാട്ടിനകത്ത് ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ആ നെക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് പ്രാക്ടീസായി വരണമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പാടിയത് ഫുൾ വയറിൽ ശ്വാസം. വെരി ഗുഡ്. അത് മനസ്സിലായി വരാൻ എത്ര സമയം എടുത്തത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് അത് ഭയങ്കര, എൻ്റെ ശബ്ദത്തിന് ഭയങ്കരമായിട്ട് അത് ബാധിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ ഇരിക്കുന്നത്, അവരോട് കൂടി പറയാണ്, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടെ, ഇനി അഥവാ ഔട്ട് ആവുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നമ്മൾ സാധാരണ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ പാട്ട് പഠിക്കുന്നതും അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ഈ പ്രോഗ്രാം കണ്ടിരിക്കണം എന്ന് ഞാൻ പറയാണ്. കാരണം പല ടിപ്സ് ഇതൊന്നും നമുക്ക് എവിടെ നിന്നും കിട്ടില്ല. ഞാനൊരു ഡോക്ടറെ കണ്ടപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ പയ്യോ മാഡം സെയിം സംഭവമാണല്ലോ പറഞ്ഞതെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ അത് പറഞ്ഞപ്പോൾ അത്രയും വലിയ സംഭവങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ പാടുന്ന ആൾക്കാരും പാട്ട് പഠിക്കുന്ന ആൾക്കാരും ഒരു ദിവസം പോലും മുടക്കാതെ ഈ പ്രോഗ്രാം കണ്ടിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഇന്നായാലും ഔട്ടായാലും, ഇന്നാണെങ്കിൽ കുറച്ചുകൂടെ വോക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് എനിക്കിത് മുന്നോട്ട് പോകണം. അല്ലെങ്കിലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഇത്രയും കുറച്ച് നാൾ ഒരു 3 വർഷത്തോളം ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോയതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. എൻ്റെ മാത്രം ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തത്. പക്ഷെ ഇവിടെ വന്ന് ഇവരുടെ സപ്പോർട്ട്, അതായത് രജീഷ് സാറായാലും ഉണ്ണി സാറായാലും പിന്നെ ഗ്രൂമേഴ്സ് രാധിക ചേച്ചി, മുഫീദ ചേച്ചി, ഇവരുടെയൊക്കെ കുറേ ടിപ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇപ്പോൾ പാടിയപ്പോൾ കുറേ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു ഫ്ലോറിൽ എനിക്ക് 2 or 3 സോങ്സ് പാടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കും വേണം അനുഗ്രഹം. എനിക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് ഉറപ്പ് വരുന്നില്ല. നിങ്ങൾ ഇത്രയും സ്നേഹം വാരിക്കൊരി ചൊരിയുമ്പോൾ അത് എനിക്ക് തടുക്കാൻ പറ്റുന്നില്ല. ഐ കാനോട്ട് വെയിറ്റ് ഫോർ ദാറ്റ്. മൂന്ന് ജഡ്ജസിനും വരാൻ പറ്റുമോ എന്നൊരു റിക്വസ്റ്റ് ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ചോദിച്ചു. വരൂ 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 വരൂ.
അപ്പൊ എന്തായാലും ഇതാ ജഡ്ജസ് 3 പേര് എത്തിയിരിക്കുകയാണ്. അപ്പൊ അനുഗ്രഹം വാങ്ങിക്കണ്ടേ? വേണോ? വാങ്ങിച്ചോളൂ. അതിനു മുമ്പ് നമുക്ക് ഐഷ ഐഷ ഏതാ പറയുന്നതെന്ന് കേൾക്കാം. മുമ്പോട്ടുള്ള യാത്രയിൽ പിന്നെ സങ്കടപ്പെട്ടിട്ടോ അങ്ങനെയോ ഇങ്ങനെയോ ഒന്നുമില്ല. ഇനി മുതൽ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് വേണ്ട, നമുക്ക് സംഗീതം മതി. അത്രേ ഉള്ളൂ. വളരെ നല്ലത്. ഓക്കെ. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ റൗണ്ടിന് ശേഷം വന്ന പാട്ടില് നിങ്ങൾ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇനിയും ഇത് അൺലിമിറ്റഡ് ആണ്. ദർ ഇസ് നോ ലിമിറ്റ് ഇംപ്രൂവ്മെന്റിന്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെല്ലാം ആയിന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. നമ്മൾ എത്ര കൈയടി വാങ്ങിച്ചാലും നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടാർഗറ്റിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അപ്പൊ നമുക്ക് റിസൾട്ടിലേക്ക് അടക്കാൻ മുമ്പ് ജഡ്ജസ് 3 പേരും സീറ്റിലേക്ക് ഇരുന്നു. അപ്പോൾ നമ്മളിതാ ആദ്യ 2 റൗണ്ടുകളിലെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഡേഞ്ചർ സോണിലെത്തി. ഡേഞ്ചർ സോണിലെയും നമ്മുടെ വാശിയേറിയ പോരാട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് റിസൾട്ടാണ്. ആരും ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട. എന്ത് റിസൾട്ട് ആണെങ്കിലും നേരത്തെ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇനിയുള്ള യാത്ര സംഗീതത്തിന്റെ കൂടെയാണ്. സംഗീതം എന്നും കൂടെ തന്നെ ഉണ്ടാവും. ഇത് പിന്നെ മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു എലിമിനേഷൻ മാത്രമാണ്. അപ്പൊ എന്തായാലും റിസൾട്ട് അറിയാം. റിസൾട്ട് അറിയാം. ജഡ്ജസ് 5 പേരാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. രണ്ട് പേരെ മാത്രമാണ് നമ്മൾ നിന്നാക്കുള്ളൂ. ബാക്കി 3 പേര് നമ്മളോട് ഈ യാത്രയിൽ വിട പറയും. അതാരൊക്കെയാണ് എന്നുള്ളത് ജഡ്ജസ് ഇപ്പോൾ പറയണം. നിങ്ങളുടെ മാർക്കുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ മാർക്ക് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഐഷയുടെ മാർക്ക് 91. രണ്ടാമത്തെ ആളുടെ പറയാണ് നിമിഷ. you got 92 marks. മൂന്നാമത്തത് ഭാഗ്യലക്ഷ്മിക്ക് കിട്ടിയതും 92 മാർക്സ്. നാലാമത്തെ അശ്വിനി 90. അഞ്ചാമത്തെ ദിവ്യക്ക് കിട്ടിയിരിക്കുന്നത് 93.5. വണ്ടർഫുൾ. അപ്പൊ ഇതാണ് നിങ്ങളുടെ മാർക്സ്. അപ്പൊ ഇതിൽ നമ്മൾ കണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ 3 പേരെ നമ്മൾ ഔട്ടാക്കി 2 പേരെ ഇന്നാക്കുന്നു പറഞ്ഞു. ബട്ട് ഇവിടെ തേർഡ് പേഴ്സൺ ഔട്ടാക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം എങ്ങനെ നടക്കും എന്നറിയില്ല. കാരണം നിമിഷയ്ക്കും ഭാഗ്യലക്ഷ്മിക്കും ഒരേ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്, 92. എന്ത് ചെയ്യും സർ? അത് നമുക്ക് വി ഹാവ് ടു ആസ്ക് ദം. കാരണം ഇത് മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നതാണല്ലോ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ അത് എന്താ ചെയ്യണ്ടേ രജീഷ്? അശ്വിനി ആൻഡ് ഐഷ അതാണ് 90 and 91 ആയിട്ട് അവരൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ മാർക്ക് വൈസ് മറ്റുള്ളവരുടെ പാട്ട് കുറച്ചുകൂടി ബെറ്റർ ആയതുകൊണ്ട് കുറച്ച് മാർക്ക് അവർക്ക് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇനി തുടർന്ന്
ഈ വേദിയിൽ ഈ ഒരു അവസരത്തിൽ ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പം ഞങ്ങൾക്കൊക്കെ ഇത് വളരെ ഒരു എന്താ പറയുക വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സാറ് കഷ്ടപ്പെട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചില നിയമങ്ങൾ നമുക്ക് പാലിച്ചല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ ഹെൽപ്ലെസ് ആണ് ഇവിടെ. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് പാടിയിരിക്കുകയാണ് രണ്ടുപേരും. പക്ഷെ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ രണ്ടുപേരെയും മാത്രം ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, പക്ഷെ അവരും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ. ജഡ്ജസ് അപ്പോ ഇതിലിപ്പോ ഏറ്റവും കുറവ് മാർക്സ് ലഭിച്ചിരിക്കുന്നത് രണ്ടുപേര് ഐഷ ആൻഡ് അശ്വിനിയാണ്. ഇപ്പൊ നേരത്തെ ജഡ്ജസ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ യാത്രയുടെ ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്താണ് ഐഷ പറയാനുള്ളത്? സങ്കടമുണ്ട്. മുമ്പോട്ടേക്ക് ഇവരൊക്കെ മിസ് ചെയ്യും എനിക്ക് നല്ലോണം. ഞാനൊരു റിക്വസ്റ്റ് ചോദിച്ചോട്ടെ? കോഴ്സ് പാടാൻ വരാൻ പറ്റും? എന്നോട് ചോദിച്ചാൽ ഞാൻ ഓക്കെ എന്ന് പറയും. അതെ, ആയിഷ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു മത്സരം എന്ന് പറയുന്ന ഈ യാത്രയിൽ നിന്ന് മാത്രമാണ്. അല്ല, എന്താണെന്നറിയോ ഞാൻ പറയാൻ കാരണം, നമ്മള് അത്രയും നല്ല ഫാമിലി ആയിട്ടാ നിൽക്കുന്നില്ലേ. ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പാടണത്രേ, പക്ഷെ എന്നാലും ഓരോരോ ആൾക്കാരും ഈ സ്റ്റേജിൽ വന്ന് പാടുമ്പോ തെറ്റല്ലേ തെറ്റല്ലേ എന്നാ പ്രാർത്ഥിക്കുന്നില്ലേ. ഇപ്പൊ ആയിഷ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഇതൊരു എല്ലാവർക്കും ഈ ലോകത്തിനോട് തന്നെ, ഈ സംഗീതപരമായിട്ട് ഞങ്ങളുടെ ലോകത്തിനോട് തന്നെ പറഞ്ഞിട്ടുള്ള വലിയൊരു എക്സാമ്പിളാണ്, സന്ദേശമാണ്, മെസ്സേജാണിത്. ഞാൻ ഇവിടുന്ന് പോയാലും എന്നെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ സ്വയം ഒരു ഉപാധി കണ്ടെത്തി. അതായത് ഞാൻ കോറസ് പാടിയോട് കിട്ടുന്നു പറയുന്നത്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തോട്ട്. ഇവിടെ തന്നെ നിന്നോ, എല്ലാ ഷെഡ്യൂളിനും വന്നിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് ഇവരുടെ കൂടെയൊക്കെ നിന്ന് കുഴപ്പമില്ലല്ലോ, അപ്പോഴും പാട്ടിന്റെ അകത്താണല്ലോ. വൺസ് മ്യൂസിക്കൽ വൈഫിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ മെമ്പേഴ്സാണ്, ഫാമിലി മെമ്പേഴ്സാണ്. അപ്പൊ എന്തായാലും അവസരങ്ങളൊക്കെ ഈ വേദിയിൽ തന്നെ ഇനിയും ഉണ്ടാകും. അപ്പൊ അശ്വിനി എന്താണ് പറയാനുള്ളത്? ഔട്ടായാലും ഇന്നായാലും ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനത് സന്തോഷത്തോടു കൂടെ മാത്രമേ പോവുള്ളൂ. കാരണം ഈ ഒരു ഫ്ലോറിൽ ഈ ഒരു 3 പാട്ട് പാടാൻ പറ്റിയത് തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അത് ഞാൻ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഔസേപ്പച്ച സാർ, മിനി ചേച്ചി, രഞ്ജിനി ചേച്ചി, ഇവരുടെയൊക്കെ മുന്നിൽ ഒരു പാട്ട് പാടുക, ആ പാട്ടിന് അവർ കമൻറ്റ് പറയുക, ഇതൊക്കെ എനിക്ക് സ്വപ്നം കണ്ട മാത്രമേ ഉള്ളൂ. ഞാൻ അതൊരു റിയാലിറ്റിയിലേക്ക് വന്നത് ഈ ഒരു ഷോയിലൂടെ മാത്രമാണ്. പിന്നെ എൻ്റെ സ്വദേശം കണ്ണൂരാണ്, തെയ്യങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് കണ്ണൂർ പൊട്ടൻ ദൈവം, അതായത് ശിവന്റെ പ്രതിരൂപമാണ്. അപ്പം ഞാനിങ്ങനെ 3 വർഷമായിട്ട് ഞാനിങ്ങനെ പാട്ടുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം ഞാൻ LP ആണ് വർക്ക് ചെയ്യണത്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ സ്കൂളിൽ LP ST ആയിട്ടാണ് കയറിയത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളിങ്ങനെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ത്രോട്ട് ആകുമ്പോഴത്തേക്ക് കുറച്ച് എയർ മാത്രം, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. ആ സമയത്താണ് ഈ മ്യൂസിക്കൽ വൈഫിൻ്റെ ഓഡിഷൻ വിളിക്കണത്. അപ്പം ആദ്യം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കൊച്ചിയിൽ നടന്നപ്പം. പിന്നെ കോഴിക്കോട് കണ്ടപ്പോൾ പോയി, അങ്ങനെ ഓടിപ്പോയി. എല്ലാം ദൈവത്തിൽ ഞാൻ അർപ്പിച്ചായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന പൊട്ടൻ ദൈവം ഇതിൽ ഞാൻ അർപ്പിച്ചതായിരുന്നു. എൻ്റെ എല്ലാ കാര്യത്തിനായാലും, മോൻ്റെ കാര്യത്തിനായാലും, എന്ത് കാര്യത്തിനായാലും ഞാൻ വിളിക്കുന്ന ഒരു ദൈവമാണ് അത്. ദൈവം മോളെ ഇനി അങ്ങ് ഇതൊരു ഓപ്പൺ ആണ്, അങ്ങ് കൊണ്ടുപോയി എത്തിക്കും. ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം. ഞാൻ ഇതിൽ കയറിയതിന് ശേഷം ഞാൻ ഇന്നലെ ഒരു സിനിമയിൽ പാടി. ആദ്യം പറയേണ്ടതായിരുന്നു അല്ലേ? ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമാണല്ലോ. ഒരു പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ഒരു കുട്ടികളുടെ ഒരു ചിത്രത്തില് ഞാൻ ഇന്നലെ ഒരു സോളോ സോങ് ചെയ്തു. മധുചേട്ടന്റെ കൂടെ ഒരു കോറസ് വേർഷൻ ചെയ്തു. നമുക്കൊക്കെ ആഹ്ലാദിക്കാവുന്ന
അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴേ തുടങ്ങി എല്ലാവരുടെയും മ്യൂസിക്കൽ യാത്ര. വൈഫ് ഇപ്പോഴേ തുടങ്ങി. ഞാൻ യാത്ര അല്ലേ? ഇതുകൊണ്ട് ഇവിടുന്ന് ഔട്ടായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാട്ട് നിർത്താൻ പോണില്ല. അതാണ്. അല്ല, ഇത് നിർത്താൻ ഇവിടുന്ന് ഔട്ടായി നിർത്താൻ പോകുന്ന ഒരു വേദിയല്ല ഇത്. അല്ല. തുടക്കത്തിൽ അല്ല, ഇതിപ്പോ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ എന്റെ തീരുമാനം. കാരണം എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഞാൻ കേറി നിൽക്കണത് എന്റെ ഹസ്ബൻഡ്, കാരണം നല്ല സപ്പോർട്ടീവ് ആണ്. ഹസ്ബൻഡ് ആയാലും ഹസ്ബൻഡിന്റെ വീട്ടുകാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. പിന്നെ സ്കൂളിൽ HM കുറേ പ്രഷർ സ്കൂളിൽ നിന്നൊക്കെ ഉണ്ടായപ്പോഴും എന്നോട് പറഞ്ഞു, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നീ ഇപ്പൊ പാടിയാ മതി, വേറെ ഒന്നിലും നീ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. ഈ പ്രേക്ഷകർ മുഴുവൻ നിങ്ങളെ ഇനി ഉയർത്താനാണ് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. All the best. God bless you. Keep it up. ഓക്കെ, അപ്പൊ താങ്ക് യു അശ്വിനി ആൻഡ് ആയിഷ. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോ നമുക്ക് ഇനി ഈ വേദിയിൽ തന്നെ കാണാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു റിയാലിറ്റി ഷോയിലെ യാത്ര താൽക്കാലികമായിട്ട് നമ്മൾ വിട പറയുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പറയുകയാണോ ചിരിയുടെ വെണ്ണാവുകൾ, ഇരുളടയുകയാണോ മീണയുടെ കൂടുകൾ, വിധിയിലെരി വേനൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി തനിയെ അലയുകേ. അങ്ങനെ നമ്മൾ എലിമിനേഷൻ എപ്പിസോഡിലെ ആദ്യ റിസൾട്ട് അറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ ദിവ്യക്ക് 93.5 ഹയസ്റ്റ് മാർക്ക്, ഭാഗ്യലക്ഷ്മിക്കും നിമിഷയ്ക്കും 92 വന്നു. അതെ. അതെന്താണെന്ന് കുഞ്ഞി ഒരു കൺഫ്യൂഷൻ വേണ്ട, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഭാഗ്യലക്ഷ്മി പാലപ്പൂവെ വളരെ മനോഹരമായിട്ട് പാടി. അതേസമയം നിമിഷ ഹൃദയ സരസിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ളൊരു പാട്ട് അതിൻ്റെ ക്ലാസിക്കൽ ബേസ് വെച്ചിട്ട് അതിമനോഹരമായിട്ട് പാടി. ഭാവം കുറവാണെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും അതിൻ്റെ ക്രിയേറ്റിവിറ്റി, അതിൻ്റെ മ്യൂസിക്കൽ സൈഡ് യു ഹാവ് ഡൺ വെരി വെൽ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അത് 92 ഞങ്ങൾക്ക് വ്യത്യാസം വരാതായത്. നന്നായി, അതുകൊണ്ട് ഒരാൾ എക്സ്ട്രാ കയറാൻ പറ്റി, അല്ലെങ്കിൽ രണ്ടുപേരെ കയറുള്ളൂ. അതായത് നിങ്ങൾക്ക് ആ 92 ആയതുകൊണ്ട് രണ്ടുപേർക്കും വന്നത് കൊണ്ടാണ് ഞങ്ങൾ സ്പെഷ്യൽ സാങ്ഷൻ എടുത്ത് നിങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ രണ്ടുപേര് ഔട്ട് ആകുന്നതിന് പകരം മൂന്ന് പേരും ഇന്നായി. താങ്ക് യു. So congratulations. അതെ, Thank you so 3 പേർക്കും much. കൺഗ്രാറ്റുലേഷൻ. പക്ഷെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആ. ഇപ്പൊ നമ്മൾ ഏർലി സ്റ്റേജസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈ വരുമ്പോ കുറച്ച് സാറിനും liberal ആയിട്ട് ചേച്ചിക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്, നിങ്ങളൊരു ടൈ ബ്രേക്കർ. പക്ഷെ മുന്നോട്ട് പോകുന്തോറും മിക്കവാറും ഈ ടൈ ബ്രേക്കർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ എല്ലാവരും അത് മനസ്സിൽ വെക്കുക. ഇനി അടുത്ത റൗണ്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. കടക്കുമ്പോൾ എല്ലാവരോടും കൂടി പറയുകയാണ്, നമ്മൾ പാട്ട് പാടാൻ വരുമ്പോൾ ഫുൾ എനർജിയോട് കൂടിയിട്ട് ഒരു ഡൗട്ടും വേണ്ട, സംശയവും വേണ്ട. ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുന്ന സൂത്രങ്ങളാണ്. അത് മനസ്സുകൊണ്ട് അതിനെ സജ്ജമാക്കിയാൽ മതി. അപ്പൊ എല്ലാവർക്കും all the best. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട് അല്ലേ? ചെറിയ ചടങ്ങുണ്ട്. ജഡ്ജസ് കഴിഞ്ഞ എപ്പിസോഡില് പാടിയവരിൽ നിന്ന് ഒരു ടോപ്പ് പെർഫോമറെ നമ്മൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത ആ മത്സരാർത്ഥിയാണ് രമ്യ. മാനത്തെ മഴമുകിൽ മാലകളെ ചെലൊത്ത മടപ്പീറ. രമ്യ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ മാർക്സ് നേടിയ ആളാണ് 96.5 out of 100. താങ്ക് യു സോ മച്ച്. 96.5. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ പുതിയ റൗണ്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ റൗണ്ടിലും ഇതേപോലെ തന്നെ തുടരുക കേട്ടോ. ഓക്കെ. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ പാർട്ട്ണർ ലവേഴ്സ് ഇന്നവെയർ നൽകിയിരിക്കുന്ന ഒരു സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഒരുപാട് സമ്മാനം നമ്മൾ മേടിച്ചു കൂട്ടണം കേട്ടോ ഈ റൗണ്ടിലും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇത് പിറ ഫുഡ്സ് പ്രസൻസ് റീഗൽ ജ്വല്ലേഴ്സ് മ്യൂസിക്കൽ വൈഫ് സ്പെഷ്യൽ പാർട്ട്ണർ ലവേഴ്സ് ഇന്നർവെയർ കോ പവർഡ് ബൈ മിൽമ ഐസ്ക്രീം.